ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ പലരും എക്സർസൈസ് ചെയ്യാൻ മടിയുള്ളവരാണ് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിന് എപ്പോഴും നമ്മൾ പറയും നമ്മുടെ ശരീരത്തിന് ഫുൾ വേദനയാ, കുനിയാൻ മേല, കുനിഞ്ഞിട്ട് ഇരുന്നിട്ട് എഴുന്നേക്കാൻ മേല, തിരിയാൻ മേല, ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്തുകൊണ്ട് രാവിലത്തെ പണികളിലൊക്കെ ഏർപ്പെടുകയാണ്, വ്യായാമത്തിന് ശേഷം ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. നമ്മുടെ ഫുൾ ബോഡി ഒന്ന് അയഞ്ഞ് നല്ല ലൂസായിട്ട് നമുക്ക് ഓരോ പണികളൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പണി ചെയ്യാൻ പോകും. അപ്പൊ അതിന് വേണ്ടുന്ന കുറച്ച് വ്യായാമങ്ങൾ രാവിലെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് വ്യായാമമാണ് കാണിക്കുന്നത്. നിങ്ങൾ യോഗ ചെയ്യുന്നവരാണെങ്കിൽ ഇത്രയും വ്യായാമങ്ങൾ ചെയ്തതിന് ശേഷം യോഗ ചെയ്യുക. ഇല്ലാന്ന് വരെ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഡ്യൂട്ടിക്ക് പോകുന്നവര്, നിങ്ങൾ 5 മണിക്ക് എഴുന്നേൽക്കുന്നവര്, 6 മണിക്ക് എഴുന്നേൽക്കുന്നവര്, ഇപ്പൊ ഒരു 10 മിനിറ്റ് മുമ്പ് നിങ്ങളൊന്ന് എഴുന്നേറ്റ് ഇത്രയും വ്യായാമങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മറ്റു പണികളിൽ ഏർപ്പെടുന്നത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ആദ്യം മുതൽ ഞാൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം കാലിന്റെ പൊത്തയാണ് 1 2 3. ഇനി തിരിച്ച് 1 2 3. പിന്നെ കാലിന്റെ മുട്ടിന് വേണ്ടിയുള്ളതാണ്. ഇതുപോലെ മടക്കി വെച്ചിട്ട് 1 2 3. ഇനി ലെഫ്റ്റ് അതുപോലെ തന്നെ 2 3. 1 2 3. 1 2 3. നമ്മൾ നിൽക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം, ഇങ്ങനെ വളഞ്ഞു നിൽക്കരുത്. ഇനി കാലിന്റെ മുട്ടിന് വേണ്ടി കാലിന്റെ മുട്ട് ഇതേപോലെ അടുപ്പിച്ച് വെക്കുക. അതിനുശേഷം 1 2 3. 1 2 3. ഈ ഹിപ്പ് 3. 1 2 3. ഈ ഫുള്ള് ബോഡി, ഇപ്പൊ ആദ്യം ബോഡി അനങ്ങിയില്ല, ഹിപ്പ് മാത്രമാണ്. ഈ ഫുൾ ബോഡിയോടെ നമ്മൾ സാധാരണ പണ്ടൊക്കെ അരി ആട്ടുകയല്ലേ, ആ രീതിയിൽ കൈ ഇങ്ങനെ പിടിക്കുക. ശേഷം 1 2 3. തിരിച്ച് 1 2 3. ഹിപ്പായി. ഇനി ഈ സൈഡ് നമ്മുടെ ഷോൾഡർ അകലത്തിൽ കൽപ്പത്തി 2 ഇതേപോലെ വെക്കുക. അതിനുശേഷം ഇങ്ങനെ വെക്കുക. നിങ്ങൾക്ക് ഇത്ര വളയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര മതി. ഓരോ ദിവസം ചെയ്ത് ചെയ്ത് നമുക്ക് പുരോഗമനം ഉണ്ടാകുമേ. കൈ ഇങ്ങനെ വെക്കുക. ഇപ്പം നമ്മുടെ ഈ ഭാഗം നല്ലപോലെ വലിച്ചിൽ വരും. അതിനുശേഷം വെച്ചിട്ട് തിരിച്ചു അതേപോലെ. ഇപ്പൊ 3 പ്രാവശ്യം കിട്ടും. ഇനി നമ്മുടെ സൈഡായി. ഇനി പുറകോട്ടും മുന്നോട്ടും 2 സൈഡും ആണെങ്കിൽ ഇനി പുറകോട്ടും മുന്നോട്ടും നട്ടലിനുള്ള ആ ഒരു ഇത് മാക്സിമം പുറകോട്ട് വരിക. ശ്വാസം എടുത്തുകൊണ്ട് ഇനി ശ്വാസം വിട്ടുകൊണ്ട് നിനക്ക് നിലത്ത് കൈ അമർത്താൻ പറ്റത്തില്ലെങ്കിൽ കാലിൽ പിടിച്ചാൽ മതി കേട്ടോ. മുട്ട് വളയാതിരിക്കാൻ ശ്രമിക്കുക. ഇതും 3 പ്രാവശ്യം വരെ ചെയ്യാം. ഇനി കൈക്ക് 1 2 3. 1 2 3. 2 3. 1 2 3. നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചും ചെയ്യാമേ. 2 3. ഇനി ഷോൾഡറിന്റെ ഇവിടെ കൈ മാത്രം 3 3. ഇനി കൈ ഇങ്ങനെ വെച്ച് തിരിച്ചു. ഇനി ഈ കൈ ഈ ഷോൾഡറിൽ വെക്കുക. ഈ കൈയും കൊണ്ട് കൈയുടെ ഈ ഭാഗം കൊണ്ട് ഇവിടെ നമ്മുടെ നെഞ്ചത്തേക്ക് അമർത്തുക. ഇതേപോലെ
നേരെ തിരിച്ച് ഈ കൈ ഷോൾഡർ എടുക്കുക, ഇവിടെ അമർത്തുക. 1 2 3. ഇനി കഴുത്തിനുള്ളതാണ്. മാക്സിമം തിരിക്കാവുന്നത്ര ഇതേപോലെ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ടിങ്ങനെ ശ്വാസം വിട്ടുകൊണ്ട്. ഇനി നിങ്ങൾക്ക് ചരിക്കാമെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്ന് വരി, അത്രയും മതി. ഓരോ ദിവസം ചെയ്ത് മാറ്റിയാൽ മതി. മാക്സിമം അല്ല ഇങ്ങനെ വയ്ക്കുക. ഇനി റൊട്ടേറ്റ് ചെയ്യുക കഴുത്ത്. 2 3. ഇനി തിരിച്ച് 1 2 3. ഇനി നമ്മുടെ ഫേസ് ആണ്. ആദ്യം നമ്മുടെ പിരിക, ഐബ്രോ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുക. ശേഷം കണ്ണിൻ്റെയാണ്. നമ്മൾ ഐ ടെസ്റ്റിന് പോകുമ്പോൾ ചെയ്യുന്നത് ഇതേപോലെ വെള്ളി നോക്കി ഇങ്ങനെ തല ചരിക്കാതെ കണ്ണ് സൈഡിലേക്ക് വിരലിലേക്ക് വീണ്ടും ഇങ്ങനെ പിടി വശം വിരലിൽ മാത്രം നമ്മുടെ നോട്ടം വരും. കൃഷ്ണമണിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇനി ഈ വിരൽ വെച്ച് ഇവിടെ ഇതേപോലെ വരയ്ക്കുക 3 പ്രാവശ്യം. ഈ മൂക്കിന്റെ ഈ സൈഡ്, അതായത് കണ്ണിന്റെ തുടങ്ങുന്ന ഈ ഭാഗം ഒരു കുഴി പോലെ ഉണ്ട്, അവിടെ പ്രസ് ചെയ്യുക. 1 2 3. മൂക്കിന്റെ ഇവിടെ ഒരു എല്ലുണ്ട്, അതിനടിയിലേക്ക് അകത്തേക്ക് ഒരു ചെറിയ കുഴി പോലെ ഉണ്ട്, അവിടെ 1 2 3. ഇങ്ങനെ മുകളിലേക്കാണ്. ഇനി ചിരിക്കുള്ളതാണ്. ചിരിക്ക് നമ്മൾ സാധാരണ കൊച്ചുകുട്ടികൾ വണ്ടി ഓടിക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ വെച്ചാൽ ചിരിക്കുള്ള ഒരു എക്സസൈസ് ആണത്. നമ്മൾ അറിയത്തില്ല കൊച്ചുകുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്നുള്ളത്. ഇനി നമ്മൾ വെള്ളം വായിക്കാപ്പൊക്കുള്ളതല്ലേ, വെള്ളം വായിലിട്ടുകൊണ്ട് വെക്കുന്നവര്. അത് കഴിഞ്ഞ് ഇങ്ങനെ ചെളയൊട്ടിക്കണം. ഇനി നമ്മുടെ ഇവിടെ ചിഹ്നമുണ്ടല്ലോ, ഇവിടെ താടി ഡബിൾ ചിഹ്നമായിട്ട് വരുന്നത്, അതിനുവേണ്ടി ഇതേപോലെ തന്നെയാണ് സൈഡിൽ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ വലിഞ്ഞു വരുവാണ്. ഇങ്ങനെ മുഷ്ടി ചുരുട്ടുക എന്ന് പറയില്ല, ഇതേപോലെ വെക്കുക. ഇവിടെ പ്രസ് ചെയ്യുക, മുഖത്തിന്റെ സൈഡിൽ കൂടെ, ചെവിയുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോയി ചെവിയുടെ ബാക്കിൽ കൂടെ ഷോൾഡർ, വീണ്ടും പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ചെവിയുടെ ബാക്കിൽ കൂടെ ഷോൾഡർ. ഇനി ചെവിയാണുള്ളത്. ചെവിയെ മുകളിലേക്ക് വലിക്കുക, പുറകിലേക്ക് വലിക്കുക, താഴേക്ക് വലിക്കുക, ഫ്രണ്ടിലേക്ക് വലിക്കുക. പിന്നുള്ളത് തലയാണ്. നമ്മുടെ മുടിക്കിടയിൽ കൂടെ ഇതേപോലെ സ്കാൽപ്പിൽ മുഴുവൻ, സ്കാൽപ്പിന്റെ എല്ലാ ഭാഗത്തും വരുന്ന പോലെ ഇതുപോലെ പ്രസ് ചെയ്യുക. നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിന്, മുടി വളരുന്നതിന്, തലവേദന മാറുന്നതിനൊക്കെയുള്ള ഒരു മസാജിങ്ങോടാണിത് കേട്ടോ. ഇതേപോലെ ഫുള്ള് പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് മുകളിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിൽ ഇത് വെച്ചിട്ട് ഇതേപോലെ കറക്കുക.
തിരിച്ചു. ഫുള്ള് സ്കാൽപ്പ് വേണേ. ഫുൾ അങ്ങനെ കറങ്ങിത്തിരിഞ്ഞു. ഇപ്പം നമ്മുടെ ഫുൾ ബോഡി എക്സർസൈസ് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫുൾ ബോഡി ഒന്ന് വളച്ചു ഇങ്ങനെ തിരിക്കണം. നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ തിരിക്കണം. മാക്സിമം കൈ പുറകിലേക്ക് കൊണ്ടുപോയി തലയും. നമ്മൾ നിൽക്കുന്ന നിപ്പ് മാറിയിട്ടില്ല. ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് ഇതേപോലെ വയ്ക്കുക. അപ്പോൾ നമ്മൾ സൈഡ് ട്വിസ്റ്റ് ചെയ്തു നമ്മുടെ വയറിൻ്റെ ഭാഗമൊക്കെ. ഇനിയും വേണ്ട നമ്മൾ വലിച്ചൊന്ന് നൂർക്കുകയാണ്. നമ്മൾ നേരെ നിൽക്കുമ്പോൾ ഈ രീതിയിലാണ് നിൽക്കുന്നത്. കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഇത്രയുമാണ് സാധാരണ നമ്മൾ ചെയ്യുക. ഇനി കൈ മാക്സിമം നമുക്ക് മുകളിലേക്ക് പൊക്കണം. മുകളിലേക്ക് പൊങ്ങിക്കഴിയുന്ന ഉടനെ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി പയ്യെ കിളത്തിക്കൊണ്ട് വരണം. ഇതേപോലെ ഇങ്ങനെ നിൽക്കുക. മാക്സിമം വലിഞ്ഞിട്ടുണ്ട് കാലുകൾ. പയ്യെ സാവകാശം കാല് താക്കുക, കൈ താക്കുക. അപ്പൊ ഫുൾ ബോഡിയിലുള്ളൊരു വ്യായാമം കിട്ടിയിട്ടുണ്ട്. അപ്പം രാവിലെ എന്നും നിങ്ങൾ യോഗ ചെയ്യുന്നവരാണെങ്കിൽ അതിന് മുന്നേ ചെയ്ത്, നിങ്ങൾ മറ്റ് അടുക്കള പണികളൊക്കെ പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിലിന് പോകുന്നവരാണെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. അതിനുശേഷം ചെയ്യുക. അപ്പം നിങ്ങൾക്ക് തുടരെ നിങ്ങൾക്ക് ഇങ്ങനെ കുനിയുന്നതിനും സൈഡ് ചരിയുന്നതിനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാറിക്കിട്ടും. ഫുൾ ബോഡി ഒരു എനർജി കിട്ടുന്നതുമായിരിക്കും. അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെയുള്ള വ്യായാമങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നവർ തീർച്ചയായിട്ടും നാളെ മുതൽ നിങ്ങൾ കുറേശ്ശെ ഒരു തവണ വീതമെങ്കിലും ചെയ്തിങ്ങനെ നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു എനർജി കിട്ടുന്നതാണ്, ശരീരത്തിന് നല്ലൊരു ഉന്മേഷം കിട്ടുന്നതാണ്. അപ്പം വീണ്ടും ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭുജംഗാസനമാണ്. ഭുജംഗാസനം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ ഒരു ആസനമാണ് ഭുജംഗാസനം. ഇപ്പൊ സ്ത്രീകൾക്കുണ്ടാകുന്നതായിട്ടുള്ള നടുവിന് വേദന, നട്ടെല്ലിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങള്, അതുപോലെ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആസനമാണ് ഭുജംഗാസനം. ഏതൊരു ആസനമായാലും 1-2 ദിവസം കൊണ്ട് 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ള ആ ഒരു ധാരണയൊന്നും മാറ്റുക. നിങ്ങൾക്ക് പയ്യെ ദിവസങ്ങൾ മുന്നോട്ടുണ്ടല്ലോ, പയ്യെ ചെയ്ത് ഈസി ആക്കാൻ പറ്റിയ ഒരു ആസനമാണ്. ഏതൊരു ആസനമായാലും ചെയ്യാൻ പറ്റിയത് രാവിലത്തെ സമയമാണ്. രാവിലെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ വെള്ളം വല്ലതും ഒന്ന് കുടിച്ചോ കുറച്ച്, എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ ആ രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല. ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് നല്ല വായുസഞ്ചാരമുള്ള ഒരു റൂമിലിരുന്ന് ചെയ്യാൻ നോക്കുക. അതുപോലെ വെളുപ്പിനെ ആവുന്നു, നല്ല വെട്ടം വേണമെന്നുള്ള വിചാരിച്ച് ചെയ്യല്ലേ, ഒരു മങ്ങിയ വെളിച്ചത്തിലിരുന്ന് യോഗ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ഭുജംഗാസനം എന്ന് പറയുന്നത് കമിഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു ആസനമാണ്. ആദ്യം കൈ ഇതേപോലെ നീട്ടി വെച്ച് നിവർന്ന് കിടക്കാം. നെറ്റി തറയിൽ മുട്ടിക്കാം. കാലുകൾ രണ്ടും അടുപ്പിച്ച് പിടിക്കണം. സാവകാശം കൈ രണ്ടും ഷോൾഡറിന്റെ ലെവല് കൊണ്ടുവരണം. ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം വെളിയിലേക്ക് വിടുക. അടുത്ത ഒരു ദീർഘശ്വാസം എടുക്കുമ്പോൾ തല പതുക്കെ ഉയർത്തുക. നെഞ്ചുയരുക, കൈ ഉയരുക. ഷോൾഡർ ഇങ്ങനെ മുകളിലേക്ക് ആക്കി പിടിക്കരുത്. ഷോൾഡർ മാക്സിമം നിവർന്ന് നിന്ന് ഇതേപോലെ തറയിൽ കുത്തുക. ശ്വസിച്ചുകൊണ്ടേയിരിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പഴയപടി തന്നെ തറയിലേക്ക് വീഴുക. ശ്വസിച്ചുകൊണ്ടേയിരിക്കുക. അടുത്ത ഒരു ശ്വാസം എടുത്തുകൊണ്ട് പതിയെ ഉയരുക.
ഷോൾഡർ ഒട്ടും തന്നെ ഇങ്ങനെ ആയി പോകരുത്. നമ്മുടെ നട്ടിലിന് വരുന്നതായിട്ടുള്ള ഒരു മുറുക്കമുണ്ട്, അത് അനുഭവിച്ചറിയുക. വീണ്ടും താഴേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. വീണ്ടും വിട്ടുകൊണ്ട് താഴേക്ക്. ഇതുപോലെ ഒരു 5 പ്രാവശ്യം നിങ്ങൾക്ക് എത്ര സമയം ചെയ്യാൻ പറ്റുന്നോ അത്രയും സമയം ഇതുപോലെ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വന്ന് കൈപ്പത്തി രണ്ടും നെറ്റിയുടെ അടിയിൽ വെച്ച് വിശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പം പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആദ്യത്തെ 2-3 ദിവസം ഒരു പ്രയാസമായിട്ട് തോന്നും, പക്ഷെങ്കിൽ അത് പയ്യെ ചെയ്തത് ശീലമാക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കപാലഭാതിയാണ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പ്രത്യേകത എന്തെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. അത് നമ്മുടെ ശരീരത്തിലെ ഫുൾ ബോഡിയിലുള്ള രക്തത്തെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെയൊക്കെ ഉത്തേജിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം നമ്മുടെ ഏറ്റവും നല്ലതായിട്ട് ക്ഷീണമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ പോകാൻ വേണ്ടി സാധിക്കുന്നു. എയർ ബാലൻസ് പോലുള്ള പ്രശ്നത്തെ അത് പരിഹരിക്കുന്നു. നമ്മുടെ കരൾ സംബന്ധമായിട്ടുള്ള, ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമായിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മലശോചനം നല്ല രീതിയിലാക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളപ്പെടുന്നു. ഇങ്ങനെ ഒത്തിരിയും പ്രയോജനമുള്ള ഒരു എക്സർസൈസ് ആണ് കപാലഭാതി. അപ്പൊ പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കപാലഭാതി. കപാലഭാതി ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മളെ ഇരിക്കേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഇരിക്കാം. ഭിത്തിയിൽ ചാരി വേണമെങ്കിൽ ഇരിക്കാം, ഒരു കുഷ്യൻ ഇട്ട് അതിന് മുകളിൽ വേണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയറിലായാലും ഇരുന്ന് ചെയ്യാവുന്നതാണ്. ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വയറ്, നെഞ്ച്, ഷോൾഡർ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് വേണം നമ്മൾ എക്സർസൈസ് ചെയ്യാൻ. ഈ രീതിയിൽ വളഞ്ഞിരുന്ന് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഓരോ ശ്വാസോച്ഛ്വാസം എടുക്കുന്ന സമയത്തും ഷോൾഡർ ഇങ്ങനെ ആക്കി ചെയ്യാൻ പാടില്ല. മുഖമായാലും ആ ഒരു എക്സ്പ്രഷൻ വന്ന് ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ നമുക്ക് ഒരു ദീർഘശ്വാസം എടുക്കുകയാണ്. നിങ്ങൾ ആദ്യം ഒരു 10 തവണ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് 10 കൂടുതൽ തവണ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നിയാൽ അതൊരു അടുത്ത തവണ ഒരു 20 ആക്കുക, 30 ആക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു 60 മുതൽ 120 പ്രാവശ്യം വരെ നിങ്ങൾക്ക് അടുപ്പിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൽ കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു ദീർഘശ്വാസം എടുക്കുക. അപ്പൊ നമ്മുടെ വയറ് വീർത്ത് വരും. ശ്വാസം വിടുമ്പോൾ നമ്മൾ അകത്തേക്ക് വെച്ചിട്ട് മൂക്കും കൊണ്ട് ശക്തിയായിട്ട് ശ്വാസത്തെ പുറത്തേക്ക് തള്ളുക. ഒരു തവണ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കറക്റ്റ് അത് അറിയുന്നതിന് വേണ്ടി കൈ രണ്ടും വയറിന് മുകളിൽ ഇങ്ങനെ വെക്കാം, കണ്ണടയ്ക്കാം, ദീർഘശ്വാസം എടുക്കാം. ഇതേപോലെ നമ്മൾ ശ്വാസം വിടുമ്പോൾ ഇങ്ങനെ ആക്കണം. വയറ് ഉള്ളിലേക്ക്, മൂക്കിൽ കൂടെ ശക്തിയായിട്ട് ശ്വാസത്തെ ഉള്ളിലേക്കും വേണം. ആദ്യം ഒരു 10 തവണ സാവകാശം ചെയ്യാം. ഇതേപോലെ ഒരു 10 തവണ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ 10 തവണ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ ഇങ്ങനെ വെച്ച് ചെയ്യാം, ചിൻമുദ്രയിൽ വെച്ച് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ, നിങ്ങൾക്ക് ഏതാണോ ഉത്തമമായിട്ട് തോന്നുന്ന ആ രീതിയിൽ ചെയ്യാം. ഞാൻ വയറിൽ ഇങ്ങനെ പിടിപ്പിച്ച് ചെയ്ത് നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും. അതിനു വേണ്ടിയാണ്. മറ്റു ചിന്തകളൊന്നും തന്നെ ഇല്ലാതെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം, പുറത്തേക്ക് തള്ളുന്ന ശ്വാസം, ഇതിൽ മാത്രം ശ്രദ്ധിച്ച് നമ്മളെ ഷോൾഡറിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ നെഞ്ചിന്റെ ഭാഗത്ത് ശ്രദ്ധ കൊടുക്കുക, വയറിന്റെ ഭാഗത്ത് ശ്രദ്ധ കൊടുക്കുക.
ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതേപോലെ ചെയ്യുക. ഇങ്ങനെ വെച്ച് ചെയ്യാം. ആദ്യം 10 തവണ ചെയ്യുക. നിങ്ങൾ എണ്ണിക്കൊണ്ട് ചെയ്യുക. ഞാനിപ്പോ എണ്ണാതാണ് ചെയ്തത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് വരി പിന്നീട് അങ്ങനെ ചെയ്യുക. ഇതാണ് കപാൽഭാതി. ഇതിന് ശേഷം നിങ്ങൾ ഒരു പ്രാണായാമം ചെയ്ത് അവസാനിപ്പിക്കുക. ഏതെങ്കിലും ഒരു പ്രാണായാമം, 4 പ്രാണായാമങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു പ്രാണായാമം ചെയ്ത് നിങ്ങൾ കപാൽഭാതി അവസാനിപ്പിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വരി നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെ യോഗ ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്ന് വരി ഇന്നു മുതൽ നിങ്ങളൊന്ന് യോഗ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു ഉന്മേഷം തോന്നുന്നതാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ, യോഗ കാര്യങ്ങളൊക്കെ പ്രഗ്നൻസിയിലുള്ളവർ ചെയ്യാതിരിക്കുക. എന്തെങ്കിലും സർജറി അടുത്തിടെ ചെയ്തിട്ടുള്ളവർ ചെയ്യാതിരിക്കുക. ഹൈ BP, അതുപോലെ ഹാർട്ടിന്റെ പ്രശ്നങ്ങള് അങ്ങനെയുള്ളവരൊക്കെ ചെയ്യാതിരിക്കുക. BP കുറവായിട്ടുള്ളവർക്കൊക്കെ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ഹൈ BP ഉള്ളവർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വരി നിങ്ങൾ എന്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്രാണായാമം എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. പ്രാണായാമം ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകതയും അതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമിരിക്കുമല്ലോ. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മൾ നിത്യേന പ്രാണായാമം ചെയ്യുന്നത് വഴി നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കും. നമ്മുടെ തലച്ചോറിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും ഒക്കെ ക്ലിയർ ആയിട്ട് വരും. എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാവില്ല, നമ്മുടെ തലച്ചോറാണ് നമ്മുടെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത്. അപ്പൊ ഫുൾ ബോഡി നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ കിട്ടും. അതുപോലെ തന്നെ ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഒക്കെ വെളിയിലേക്ക് കളഞ്ഞിട്ട് നല്ല ഓക്സിജനെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നതിന് വേണ്ടി സഹായിക്കും. അങ്ങനെ നമ്മുടെ സ്ട്രെസ്, നമ്മൾ എന്തെങ്കിലും ജോലിയിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിന് സ്ട്രെസ് ഒക്കെ ആയിട്ട് നമ്മൾ തിരികെ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് പ്രാണായാമം ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് ശക്തീകരിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിലുള്ള ദുർചിന്തകളൊക്കെ മാറ്റി കുറച്ച് സമയം നമുക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് പ്രാണായാമം ചെയ്യുന്നത്. അപ്പൊ പ്രാണായാമം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂടെ ചെയ്യണം. കാര്യം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകളായാലും എല്ലാം കുറച്ച് ലൂസായിട്ടുള്ളത് ഇടാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാര്യം ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ട് നമ്മൾ പ്രാണായാമം ചെയ്യാൻ മുതിരരുത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഇരിപ്പിലാണ്. നമ്മുടെ ഇരിപ്പ് ഇതേപോലെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭിത്തിയെ ചാരി ആയാലും ഇരിക്കാം, അല്ലാത്തവർക്ക് ചെയറിലായാലും ഇരുന്ന് പ്രാണായാമം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെ വേണേലും ഇരുന്ന് ചെയ്യാം, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നീട് പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ തോളുകളും ശരീരം മൊത്തത്തോടെ അനങ്ങിയുള്ള പ്രാണായാമം ചെയ്യാതിരിക്കുക. ഫേസിൽ അതിന്റെ എക്സ്പ്രഷൻ കൂടുതലായിട്ട് കാണിക്കാതിരിക്കുക. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ഒരു പ്രസന്നതയാക്കിക്കൊണ്ട് പ്രാണായാമം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇരിപ്പിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ സാധാരണ ശ്വാസം വിടുമ്പോൾ വയറ് എപ്പോഴും വീർക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? മുന്നിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അതെല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ചു കാണത്തില്ല. എങ്കിൽ ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ദീർഘമായിട്ടൊരു ശ്വാസം എടുത്ത് നോക്കിക്കോ. നമുക്ക് നല്ലൊരു ബ്രീത്ത് ചെയ്തേ. അപ്പൊ എല്ലാവർക്കും അറിയാൻ സാധിക്കുമല്ലോ, നമ്മുടെ വയറ് ശ്വാസം ഇങ്ങനെ എടുക്കുന്നുടനെ നമ്മുടെ വയറ് വീർക്കുകയാണ് ചെയ്യുന്നത്. ശ്വാസം വിടുന്നുടനെ ഉള്ളിലേക്ക് വലിയുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വയറിൽ ഇങ്ങനെ ഒന്ന് തൊട്ടുകൊണ്ട് നമ്മൾ ശരിയായിട്ടൊരു ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ഇപ്പൊ വയറ് വീർത്തു. നമുക്ക് നെഞ്ചിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. അപ്പൊ നെഞ്ചും കുറച്ചൊന്ന് വിരിഞ്ഞാകുന്ന രീതിയിൽ ശ്വാസം എടുത്തുകൊണ്ട് തന്നെ അതിനുശേഷം നമ്മുടെ ഷോൾഡറിലേക്ക്, 2 ഷോൾഡറിലേക്കും ശ്രദ്ധ പോവാം. ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഇരിപ്പ്. ഈ രീതിയിലാണോ നിങ്ങളൊക്കെ ഇരിക്കുന്നത്? ഇല്ലെന്ന് ഈ രീതിയിൽ നമ്മളൊന്ന് ഇരിക്കാൻ ശ്രമിക്കുക. ഈ രീതിയിൽ ഒന്ന് ശ്വാസം എടുത്ത് കഴിഞ്ഞാൽ മതി. അപ്പം നമുക്ക് പിന്നെ നമ്മുടെ ഇരിപ്പ് അങ്ങനെയാകും. ചെയറിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ഇരിക്കുക. അല്ലാത്ത പക്ഷമാണ് നട്ടിലിന്റെ വേദനകളും നടുവിന് വേദനകളും ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഇരിക്കുക. ചെയറിലായാലും നിലത്തായാലും ഈ രീതിയിൽ ഇരിക്കുക. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ഇരുന്ന് പ്രാണായാമം ചെയ്യുക.
ഞാനിവിടെ 4 പ്രാണായാമങ്ങളാണ് ഇപ്പം കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കഴിയുമെന്ന് വരെ 4ഉം ചെയ്യാം ഒരു ദിവസം തന്നെ. ഇല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നുന്നത് ആ പ്രാണായാമം ചെയ്യാവുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ ഇടത് വിരൽ ചിന്മുദ്രയിൽ ഇങ്ങനെ പിടിക്കുന്നു, തള്ളവിരലും ഈ ചൂണ്ടുവിരലും കൂടെ ഇങ്ങനെ പിടിക്കുന്നു. അതിനുശേഷം നാസിക മുദ്രയാണ്. നാസിക മുദ്ര എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ 2 വിരല്, അണിവിരലും ഈ മോതിര വിരലും ഇങ്ങനെ പിടിക്കുന്നു, ഈ 2 വിരല് ഇങ്ങനെ മടക്കുന്നു. ഇതാണ് നാസിക മുദ്ര എന്ന് പറയുന്നത്. ഈ നാസിക മുദ്ര നിങ്ങൾക്ക് ഈ മുദ്രകള് പിടിച്ചു തന്നെ ഇത് ചെയ്യണമെന്നില്ല. പക്ഷെ ഈ മുദ്രകളൊക്കെ പിടിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ പ്രയോജനമുണ്ട്. അതുകൊണ്ടാണ് മുദ്ര പിടിച്ച് തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. ഇതൊന്നും വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല, എങ്കിലും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ എഫക്ട് ചെയ്യും. അതിനു വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ ഈ വിരല് ലെഫ്റ്റ് കയ്യിലേത് ചിന്മുദ്രയെ പിടിച്ചു, റൈറ്റ് ഹാൻഡില് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങള് ഒരു ആ ഇരിപ്പ് നമ്മുടെ ക്ലിയർ ചെയ്യണം കേട്ടോ. ആദ്യമേ തന്നെ ആ ഇരിപ്പ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ഈ രീതിയിൽ കൈപിടിക്കുക. ഈ വിരല് നിങ്ങൾക്ക് ഇങ്ങനെ വേണേലും പിടിക്കാൻ, നാസിക മുദ്രയിൽ ഇങ്ങനെ വേണേലും പിടിക്കാം, ഇങ്ങനെ വേണേലും പിടിക്കാം. നിങ്ങൾക്ക് ഏതാണ് പ്രയോജനം? ഒന്നുകിൽ ഇങ്ങനെ ഇവിടെ പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി പിടിക്കാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ട് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ ചെയ്യുന്ന ക്ലിയർ ആയിട്ട് കാണണേ. ഇപ്പൊ ഈ തള്ളവിരല് ഇപ്പൊ ഒരു വിരലും കൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു മൂക്ക് അടച്ചു പിടിക്കുന്നു. കഴിവതും നിങ്ങൾ കണ്ണടച്ച് തന്നെ ചെയ്യുക. മറ്റൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ശരീരത്തിലേക്ക് മാത്രം നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊടുക്കണം. മറ്റൊന്നും തന്നെ നിങ്ങൾ ചുറ്റുപാടുകളെ ഒന്നും ശ്രദ്ധിക്കല്ലേ. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം ഏത് രീതിയിൽ നടക്കുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചു വേണം പ്രാണായാമം ചെയ്യാൻ. ആദ്യമേ തന്നെ ഞാൻ പറയുന്ന പോലെ വലത് മൂക്ക് വിരൽ കൊണ്ട് ഇങ്ങനെ അമർത്തുക. ഇടത് മൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക. ഇടത് മൂക്കിൽ കൂടെ തന്നെ വെളിയിലേക്ക് കളയുക. അപ്പൊ നിങ്ങളുടെ ഷോൾഡർ അനങ്ങല്ലേ, മുഖം ഒന്നും അനങ്ങാതെ വേണം നിങ്ങൾ ചെയ്യാന്. ചിലരിങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ തോളൂടെ മേളോട്ട് പോകും. തോളൂടെ അങ്ങനെ വരരുത്. അതുപോലെ തന്നെ ഇങ്ങനെ മുഖത്ത് എക്സ്പ്രഷൻ ഒന്നും കാണിക്കണ്ട. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ശ്വാസം വലിച്ചെടുത്ത് റൈറ്റ് സൈഡിലെ മൂക്ക് ഇങ്ങനെ അടച്ചു പിടിച്ചെന്ന് വരില്ല. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഉള്ളിലേക്ക് ശ്വാസം വലിക്കണം. ഒരു ദീർഘശ്വാസം വലിച്ചിട്ട് ശ്വാസം പതുക്കെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ വെളിയിലേക്കും പുറപ്പെടുക. അങ്ങനെ ഒന്നുകിൽ 3 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യാം, അല്ലെങ്കിൽ 6 പ്രാവശ്യം ചെയ്യാം, അല്ലെങ്കിൽ 9 പ്രാവശ്യം. ഇതാണ് അതിന്റെ ഒരു കണക്ക്. ഞാനിപ്പോ 3 പ്രാവശ്യം വീതമാണ് ഞാൻ കാണിക്കുന്നത്. ഇനി ഈ 2 വിരൽ കൊണ്ട് ഈ മൂക്ക് അടച്ചു പിടിക്കുക. ഈ മൂക്കിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ അകത്തേക്ക് ശ്വാസം വലിച്ച് വെളിയിലേക്ക് കളയുക. അതും 3 പ്രാവശ്യം തന്നെ. രണ്ട്, ഇപ്പൊ 3 പ്രാവശ്യം വീതം അങ്ങനെ ചെയ്തു. അതിനുശേഷം 2 കൈയും ചിന്മുദ്രയിൽ വെച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കുക. അടുത്ത പ്രാണായാമം അതേപോലെ തന്നെ വിരല് വെക്കുക. ഈ കയ്യ് ചിന്മുദ്രയിൽ തന്നെയാണ്. റൈറ്റ് സൈഡിലെ മൂക്കടച്ച് ലെഫ്റ്റ് സൈഡിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുത്ത് റൈറ്റ് സൈഡിൽ കൂടെ വെളിയിലേക്ക് വിടുക. വീണ്ടും ലെഫ്റ്റ് സൈഡിൽ കൂടെ ശ്വാസം എടുത്ത് റൈറ്റ് സൈഡിൽ കൂടെ വിടുക. വീണ്ടും അതേപോലെ 3 പ്രാവശ്യം. അതിനുശേഷം തിരിച്ച് റൈറ്റ് സൈഡിൽ കൂടെ അകത്തേക്ക് ശ്വാസം വലിച്ച് ലെഫ്റ്റ് സൈഡിൽ കൂടെ വെളിയിലേക്ക് വിടുക. അങ്ങനെ 3 പ്രാവശ്യം. ഇനിയും ലെഫ്റ്റ് സൈഡിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുത്ത് റൈറ്റ് സൈഡിൽ കൂടെ വിടുക. ഔട്ട്, ഔട്ട്, ഔട്ട്.
റിലാക്സ്. ഇനി അടുത്തത് റൈറ്റ് സൈഡിൽ കൂടെ ശ്വാസം എടുത്ത് ലെഫ്റ്റ് സൈഡിൽ കൂടെ കളയുക. ലെഫ്റ്റ് സൈഡിൽ കൂടെ ശ്വാസം എടുത്ത് റൈറ്റ് സൈഡിൽ കൂടെ കളയുക. മൂന്നാമത്തെ ചിൻമുദ്ര, നാസിക മുദ്ര. അകത്തേക്ക്, ഔട്ട്, ഔട്ട്, ഔട്ട്. ഇപ്പൊ 3 പ്രാവശ്യം വീതമാണ് ചെയ്തത്. ഇപ്പൊ എല്ലാം നിങ്ങൾക്ക് 3, 6, 9 ഇത്രയും പ്രാവശ്യം വീതം ചെയ്യാവുന്നതാണ്. ഇപ്പൊ 3 പ്രാണായാമം നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ഹണി ബി ബ്രീത്തിങ്, അതൊരു പ്രാണായാമമാണ്. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബാലൻസ് ചെയ്യുന്നു. നമുക്ക് ഉറക്കക്കുറവുള്ളവർക്ക് ഉറക്കം ലഭിക്കുന്നതിന്, അതുപോലെ BP ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന്, നമ്മുടെ ഇയർ ബാലൻസ്, തലകറക്കം ഒക്കെ വരുത്തില്ലേ, അങ്ങനെയൊക്കെ ഉള്ളത് ഒന്ന് ഇത് ചെയ്യുന്നതിന്, ക്ലിയർ ചെയ്യുന്നതിന്, അങ്ങനെ ഒരുപാട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ ഒന്ന് ക്ലിയർ ആക്കുന്നു. എല്ലാ രീതിയിലും നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെട്ട ഒരു പ്രാണായാമമാണ് ഹണി ബി ബ്രീത്തിങ്. അതിനുവേണ്ടി നമ്മുടെ ഈ ചൂണ്ടുവിരല് ഇങ്ങനെ ചെവിയിലേക്ക് അടച്ചു പിടിക്കുന്നു. അതിനുശേഷം നമ്മുടെ വായി കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ നാക്ക് മുകളിലത്തെ പല്ലുനിരയുടെ നേരെ താഴെയായിട്ട് അടിയിൽ വളച്ചു പിടിക്കാം, അല്ലെന്നേരില് ഇങ്ങനെ പല്ല് തുറന്നു പിടിക്കാം. ഏത് രീതിയിലായാലും നിങ്ങൾ ഉള്ളിലേക്ക് വായിൽ കൂടെ ശ്വാസം എടുത്തിട്ട് ഒരു എൻ എന്ന് ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ ആ സൗണ്ടും ശ്വാസവും ഒരുപോലെ മൂക്കിൽ കൂടെ വിടുന്നതാണ്. അത് 3 പ്രാവശ്യമായിട്ട് ഇതേ രീതിയിൽ ഇരിക്കുക. ഇതേ രീതിയിലാണ് ഹണി ബി ബ്രീത്തിങ്. ഇപ്പൊ നിങ്ങളുടെ ഫുൾ ബോഡിയെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രയാസമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു പ്രാണായാമം ചെയ്യാതിരിക്കുക. ഇത് ഇങ്ങനെ 4 പ്രാണായാമമാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത്. നമ്മൾ പ്രാണായാമം ചെയ്തതിന് ശേഷം വെറുതെ അങ്ങ് എഴുന്നേറ്റ് പോകാതെ ഒരു ബുദ്ധ മുദ്ര കൂടി ചെയ്ത് നമ്മുടെ ശരീരത്തെ റിലാക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ. അതിനുവേണ്ടി ചിൻമുദ്രയില് വലത് കൈ നമ്മുടെ മടിയിലേക്ക് ഇങ്ങനെ മലർത്തി പിടിക്കാം, ഇടത് കൈ അതിന് അടിയിൽ പിടിക്കാം. എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഇതുവരെ ചെയ്ത പ്രാണായാമം ഒക്കെ മനസ്സിലോർത്ത് നമ്മുടെ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും ശ്രദ്ധിക്കാം. പതുക്കെ കണ്ണ് ചിമ്മി തുറക്കാം. അതിനുശേഷം കൈ രണ്ടും നല്ലതുപോലെ ഒന്ന് ഉരസി ചൂടാക്കി നമ്മുടെ മുഖത്തേക്ക് ഒന്ന് വെക്കാം. ഇഷ്ടപ്പെട്ടല്ലോ? ഇന്നത്തെ പ്രാണായാമം 4 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വരെ നിങ്ങൾ ഇതുവരെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കൂ. ആദ്യം നിങ്ങൾക്ക് അതൊരു പ്രയാസമായിട്ട് തോന്നുന്നു വരില്ല. നിങ്ങൾ മാറിപ്പോവേണ്ട. പതുക്കെ നിങ്ങൾ അത് ചെയ്ത് ശീലിച്ചാൽ മതി. ദിവസങ്ങൾ മുന്നോട്ടുണ്ടല്ലോ. അപ്പൊ ഓരോ ദിവസം കുറച്ച് ചെയ്ത് നിങ്ങൾ ഇതൊരു ശീലമാക്കുക. ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിന്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ഈ പ്ലാന്റ്സുകളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ച സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 2 വർഷമായി ഇതെല്ലാം നട്ടിട്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ ഓർത്തു ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന്. ഇതെന്റെ ചൈനീസ് ഓറഞ്ച് ആണ് കേട്ടോ. ചൈനീസ് ഓറഞ്ച് സാധാരണ എല്ലാവരും പറയും അഴുക്കാണ്. ഒരു വിധപ്പെട്ട ആൾക്കാരെല്ലാം പറയുന്നതാണ് ഭയങ്കര പുളിപ്പാണ്, ഒന്നിനും കൊള്ളില്ല എന്ന്. പക്ഷെങ്കിൽ ഞാൻ പറയുന്ന ഏറ്റവും നല്ലൊരു ഫ്രൂട്ട്സ് ആണ് ചൈനീസ് ഓറഞ്ച് എന്നേ പറയത്തുള്ളൂ കേട്ടോ. കാര്യം എന്താന്ന് പറയാം, നമ്മൾ ചെറുനാരങ്ങ ഒക്കെ വാങ്ങിച്ച് അച്ചാർ ഇടാറുണ്ടല്ലേ. പക്ഷെ അതിലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടാണ് ഈ ചൈനീസ് ഓറഞ്ചിന്റെ ഈ ഒരു ഓറഞ്ച് പറിച്ച് അച്ചാറിട്ടാലും. നാരങ്ങ അച്ചാറിടുന്ന സമയത്ത് നമ്മൾ സാധാരണ വാട്ടിയൊക്കെയാണ് എടുക്കേണ്ടത്. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എല്ലാ മസാലകളെല്ലാം ഇട്ട് വയറ്റി എല്ലാം വരുന്ന സമയത്ത് ഈ നാരങ്ങ കട്ട് ചെയ്ത് അതുകൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുത്തേച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത് പിന്നെ ചെറുനാരങ്ങ വാങ്ങിയിട്ടേ ഇല്ല കേട്ടോ. കാര്യം ജ്യൂസ് കുടിക്കാനായാലും നല്ലതാണ്, അച്ചാറിടാനും ഈ ഒരു ചൈനീസ് ഓറഞ്ചിന്റെ
വളരെ നല്ലതാണെന്നേ ഞാൻ പറയാറുള്ളൂ കേട്ടോ. എനിക്ക് വേറെ ചൈനീസ് റോഞ്ച് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതിന് മുള്ളുള്ളതാണ് കേട്ടോ. അത് താഴെ പറമ്പിൽ നിൽപ്പുണ്ട്. ഇത് മുള്ളില്ലാത്ത ടൈപ്പാണ്. ഇതാണ് നമ്മുടെ മരമുന്തിരി അല്ലെങ്കിൽ ജബോട്ടിക്കാവ എന്ന് പറയുന്നത്. ഇതിപ്പോ എൻ്റെ പ്രിക്കോഷ്യാടെയാണ് കേട്ടോ. രണ്ട് മരമുന്തിരിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് കായ്ച്ചു ഈ വർഷം കേട്ടോ. ഏറ്റവും ചുവട്ടിലായിട്ട് 3 കായുണ്ടായി. 2 ചെറുതായിരുന്നു, ഒരെണ്ണം നല്ല വലിപ്പമുള്ളതായിരുന്നു കേട്ടോ. അപ്പൊ നല്ലപോലെ കായ്ക്കുന്നതിനുമാണെന്നുള്ള മനസ്സിലായി. കാര്യം ഇത് എല്ലാം ഞാൻ നട്ടിരിക്കുന്ന ഇതുപോലെ എയർ പ്രൂണിംഗ് പോട്ടിലാണ് കേട്ടോ. ചിലതൊക്കെ കുറച്ച് കഴിഞ്ഞ് ഇത് കായ്ച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റി നിലത്ത് വെച്ചിട്ടുണ്ട്. അതോടുകൂടി അതിന്റെ കായ്ക്ക സ്ലോ ആയിട്ടുമുണ്ട്. ഇത് പ്രിക്കോഷ്യാടെ ഞാൻ പറയുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലുള്ള എയർ പ്രൂണിംഗ് പോട്ടിൽ നടുന്നത് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാര്യം എളുപ്പം കൈഫലം കിട്ടാൻ സാധിക്കും. ഇതാണ് എൻ്റെ മറ്റ് ജബോട്ടി. അത് സബാറ ഇനത്തിലുള്ളതാണ്. 8 വർഷം ആകുമെന്ന് പറയുന്ന കായ്ക്കാന്. പക്ഷെങ്കിൽ ഇത് എനിക്ക് കുരുവിട്ട് കിളിപ്പിച്ചതാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഒത്തിരി ശാഖയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മിറാക്കിൾ ഫ്രൂട്ട് ആണ്. എൻ്റെ ഈ മിറാക്കിൾ ഫ്രൂട്ട് നിറയെ കായ്ച്ചു വരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പൂക്കുന്ന സമയത്ത് നല്ല മണമാണല്ലോ ഇതിന്റെ പൂവിന്. ആ സമയത്ത് നമ്മൾ വിരലും കൊണ്ടൊന്ന് തട്ടി വിടുവാണെങ്കിൽ ഒത്തിരിയും കായുണ്ടാകും. ഒത്തിരി പൂ ഉണങ്ങി അങ്ങനെ പോവുകയില്ല. എന്തോ പരാഗണം നടക്കുന്നതുകൊണ്ടായിരിക്കണം അത് നിറയെ കാ പിടിക്കും. പക്ഷെ ഇതിലുണ്ടാകുന്ന കായ്കളൊക്കെ ആൾക്കാർ വന്ന് കൊണ്ടുപോകും കേട്ടോ. നമ്മൾ ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കണം എന്ന് കണ്ടാൽ, ലെമൺ ജ്യൂസ് കുടിക്കണം എന്ന് കണ്ടാൽ അത് ഷുഗറും ഉപ്പും ഒന്നും വിടാതെ ഇങ്ങനെ ഇതേ 2 കാ നേരത്തെ കഴിക്കണം. ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് മുമ്പ് ഇത് കഴിച്ചിട്ട് ആ ലെമൺ ജ്യൂസ് ഒന്ന് കുടിച്ച് നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ ഇതിൽ കായ്ക്കുന്നതൊക്കെ ആൾക്കാർ കൊണ്ടുപോവാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളും കഴിക്കാറുണ്ട്. ഇത് ബേറാപ്പിളാണ് കേട്ടോ. ഈ ബേറാപ്പിളെ നിറയെ കായ്ച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. ഞാൻ എൻ്റെ വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇതിൽ ഒരെണ്ണം ഉറുമ്പ് കയറുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും ആ ഉറുമ്പ് പോകുന്നില്ല. ഇവിടെയൊക്കെ കറുത്ത ഒരു ഉറുമ്പാണ്, കൂനനുറുമ്പ് എന്ന് പറയും കേട്ടോ. ഈ നിൽക്കുന്നതൊക്കെ അത് ഉണങ്ങിയ കായകളാണ്. എന്നിട്ട് ആ ഉറുമ്പ് ഇതിന്റെ ജ്യൂസൊക്കെ വലിച്ചു കുടിക്കുന്നതാണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. അതോ ഇനി ഗ്രൂപ്പിലൊക്കെ ഞാനിട്ടപ്പോൾ ഓരോരോ മരുന്നിന്റെ കാര്യങ്ങൾ പറഞ്ഞു, നാടൻ മരുന്നുകൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു നോക്കി. ഇനി അതുകൊണ്ടാണോ എന്നറിയത്തില്ല. എന്തായാലും ഇതിലെ കായൊക്കെ ഉണങ്ങിപ്പോയി കേട്ടോ. ആരോ പറഞ്ഞിരുന്നു ഈ ബേക്കിംഗ് സോഡ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലിടുകയാണെന്ന് വരില്ല, ഉറുമ്പ് പൊക്കോളാം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞാണ് ഇതിന്റെ കാകൾ മുഴുവൻ ഇതുപോലെ ഉണങ്ങിപ്പോയി കേട്ടോ. എന്താണെന്നറിയത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ബേറാപ്പിൾ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ വൈറ്റ് ഞാവലാണ്. ഈ വൈറ്റ് ഞാവലും ഈ വർഷം അത് പൂത്തിരുന്നു. പക്ഷെ കായൊന്നും പിടിക്കുന്നില്ലെന്ന് തോന്നി. കാര്യം ആ പൂവൊക്കെ കണ്ടില്ലേ ഇതുപോലെ കൊഴിഞ്ഞു പോയി. ഇനിയും അടുത്ത പൂ എന്തായാലും കായാകുമെന്നുള്ളത് ഉറപ്പിക്കാൻ. കാര്യം ഇപ്പൊ പൂത്തിട്ട് അത് എനിക്ക് തോന്നി ആ ഉറുമ്പിന്റെ ശല്യം കൊണ്ടായിരിക്കും. ഇപ്പൊ എന്തായാലും ഞാനൊന്ന് പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരേപോലെ വാങ്ങി നട്ടതാണ് കേട്ടോ. ഏകദേശം ഒരു 1.5 അങ്ങനെ അത്രയും വർഷം 2 വർഷത്തോളം ആയതാണ് കേട്ടോ. ഇത് നമ്മുടെ സാധാ നാടൻ മൽബറിയാണ്. എനിക്ക് മൽബറിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോട്ടിൽ വെച്ചതാണ് കേട്ടോ. ഒരുവിധം നല്ല ഫ്രൂട്ട്സിന്റെ ഒക്കെ ഞാൻ എയർ പ്രൂണിംഗ് പോട്ടിലാണ് വെച്ചത്. ഇത് സാധാരണ ഒരു പ്ലാസ്റ്റിക് പോട്ടിലാണ് വെച്ചിരുന്നത്. സാധാ നാടൻ മൽബറിയാണ്, ചെറിയ മൽബറി കേട്ടോ. പിന്നെ എൻ്റെ ഇതാണ് നമ്മുടെ ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറയുന്നത്. ഇസ്രായേൽ ഓറഞ്ച് എല്ലാവരും പറയും തൊലിയോടുകൂടി കഴിക്കാവുന്നതാണ്. എന്താ കുൻകാറ്റ് എന്ന് എന്തോ പറയുന്നതിന്, തൊലിയോടുകൂടി കഴിക്കാം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കണ്ടോ നിറയെ കായ്ക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പൂ വന്നിരിക്കുന്ന സമയമാണ്. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത്. കാര്യം തൊലിയോടുകൂടി കഴിച്ചെന്ന് പറഞ്ഞാലും എങ്ങനെയാന്ന് പറഞ്ഞാലും ഒരു ടേസ്റ്റ് ഇല്ലാത്തതാണ് ഇസ്രായേൽ ഓറഞ്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഇതാരും വാങ്ങി നടരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇതിന് ഒട്ടും തന്നെ ടേസ്റ്റ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് നമ്മൾ പഞ്ഞു പോലെയാണ് ഇതിനകം ചില സമയത്ത് ഇരിക്കുന്നത്. നല്ല മുഴുത്ത ഓറഞ്ച് ആണെന്ന് വരിയിലും അങ്ങനെ ആയിരിക്കും. ഒരു ജ്യൂസും ഇല്ലാത്ത രീതിയിലൊക്കെ കിട്ടും. ഇത് നമ്മുടെ സിൽഡാർക്ക് ചെറിയാണ് കേട്ടോ. ഇത് നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഇപ്പം കണ്ടോ കുറച്ചേ പൂവൊക്കെ ഈ വർഷം ഉള്ളൂ. എന്താന്ന് വെച്ചാൽ ഇത് പോട്ടിലായിരുന്നു ഞാൻ നട്ടുപിടിപ്പിച്ചത്. നിറയെ കായ്ക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ ആ സമയത്ത് ഇതുകൊണ്ട് നിലത്ത് നട്ടു, പോട്ടിൽ നിന്ന് മാറ്റി. കാര്യം കാ പിടിച്ചല്ലോ, ഇനി നിലത്ത് വെച്ചേക്കാമെന്നുകൊണ്ടാണ് മിക്കവാറും ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ഇതുപോലെ ഞാൻ നിലത്ത് വെച്ച്. പക്ഷെ അത് പരാജയമാണ് ഉണ്ടായത് കേട്ടോ. കഴിഞ്ഞ വർഷം ഇത് നിറയെ കായ്ച്ചായിരുന്നു. ഇപ്പോഴും പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ. അധികം പൂവില്ലാതെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ലോങ്ങനാണ്. ലോങ്ങനും നല്ലപോലെ നിൽക്കുകയാണ്, പക്ഷെ അത് പൂക്കുന്നില്ല. ഇത് ഞാൻ പോട്ടിൽ നിന്നും മാറ്റി നിലത്ത് വെച്ചതാ കേട്ടോ. പോട്ടിൽ ഞാൻ
ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് വെള്ളമൊക്കെ ഒഴിക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ അത് കരിഞ്ഞു പോകുമല്ലോ എന്ന് കണ്ടാണ് നിലത്ത് വെച്ചത് കേട്ടോ. ഇത് നമ്മുടെ പാകിസ്ഥാൻ മൽബറിയാണ്. ഇതിൽ ഒരുപാട് കായ്ച്ചതാണ് കേട്ടോ. നല്ല നീളത്തിലുള്ള മൽബറിക്കായിരുന്നു ഇതില്. പക്ഷെങ്കിൽ ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നതിന് അധികം വലിപ്പം ഇല്ലാതാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളത്തിന്റെ കുറവും അങ്ങനെയൊക്കെ ആയിരിക്കണം. ഇനി ഇതിനെല്ലാം ഒന്ന് വളമൊക്കെ ഇട്ടൊന്ന് പരിചരിക്കണം. ഞാൻ ഇതിന്റെ ഒരു ചെറിയ കമ്പ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് വിടാമെങ്കിൽ പിന്നെയും കാകൾ ഉണ്ടാകും കേട്ടോ. ഇതിന്റെ ഒരു കമ്പ് ഞാൻ നേരത്തെ ഇങ്ങനെ ഒന്ന് നട്ടുവെച്ച് കിളിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു സംശയം അതെന്താണ്, ഞാൻ കാണിച്ചു തരാം എന്താന്നുള്ളത്. വീണ്ടും ഞാൻ ഒരു കമ്പ് ഇതുപോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ പൊട്ടിക്കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചാല് ആദ്യം ഞാൻ ഇതുപോലെ നട്ടുപിടിപ്പിച്ച് ആ മൽബറിയുടെ കമ്പാണിത് കേട്ടോ. പാകിസ്ഥാൻ മൽബറി തന്നെ. പക്ഷെ അതിലുണ്ടായിരിക്കുന്ന കണ്ടോ, പാകിസ്ഥാൻ മൽബറിയുമല്ല നാടനുമല്ല, ആ രീതിയിലുള്ള മൽബറിക്കായാണ്. കുറച്ചൊന്ന് വലിപ്പമുണ്ട്. പക്ഷെങ്കിൽ പാകിസ്ഥാൻ മൽബറിയുടെ കൂട്ട് നല്ല നീളത്തിലല്ല വന്നിരിക്കുന്നത്. നാടൻ മൽബറിയേക്കാളും കുറച്ചുകൂടെ വലിപ്പം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതിൽ നിന്നും ഒരു കമ്പെടുത്ത് ഞാൻ കുഴിച്ചു വെച്ചാണ്. വീണ്ടും എന്താണ് അങ്ങനെ വന്നതെന്ന് അറിയാനാണ് വീണ്ടും ഒരു കമ്പൂടെ ഞാൻ കട്ട് ചെയ്ത് അങ്ങനെ കിളിർപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാമല്ലോ അത് കിളിർത്ത് കഴിയുമ്പോൾ അതിലേത് ടൈപ്പാണ് മൽബറി ഉണ്ടാകുന്നത് എന്നുള്ളത്. കണ്ടോ, ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. എന്നാൽ മറ്റേതുപോലെ നീളത്തിലുള്ളതല്ല താനും. ഇത് കണ്ടോ സ്റ്റാർ ഫ്രൂട്ട്. ഇത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ആണ്. അപ്പൊ പുളിയുള്ളത് കൊണ്ടല്ലോ അത് നമുക്ക് അച്ചാറിന് മാത്രമേ ഉള്ളൂ. ഇതും പോട്ടിലായിരുന്നപ്പോ ഇതേ കായും ഉണ്ടായതാണ് കേട്ടോ. കായ കഴിച്ച് നല്ല സ്വീറ്റ് ആയിരുന്നു. പക്ഷെങ്കിൽ പോട്ടിൽ നിന്ന് നിലത്ത് മാറ്റി വെച്ചേ പിന്നെ ഇതുവരെ ഇത് പൂത്തിട്ടില്ല. ഇനി പൂക്കാൻ തുടങ്ങുന്ന സമയത്ത് പൂത്ത് നല്ലതുപോലെ കാ പിടിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും പൂത്ത് കാ പിടിച്ചതിന് ശേഷമാണ് ഞാൻ എല്ലാം നിലത്തെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം വിശ്വസിക്കുകയാണ് ഇത് ഈ വർഷം നല്ലപോലെ കായ്ച്ച് കിട്ടുമെന്നുള്ളത്. ഇത് പുളിയുള്ളതല്ല, സ്വീറ്റ് തന്നെയാണെന്നുള്ളത് നമ്മൾ കഴിച്ചു നോക്കിയത് കൊണ്ട് മനസ്സിലാക്കിയതാണ്. ഇത് സ്വീറ്റ് ഓറഞ്ച് എന്നും പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ. ഇതിപ്പോ 2 വർഷമായി. ആദ്യത്തെ വർഷം നല്ലതുപോലെ കായ്ച്ചു, രണ്ടാമത്തെ വർഷവും കായ്ച്ചതാണ്. ഇപ്പൊ കഴിഞ്ഞ സമയമാണ് കേട്ടോ. ഞാൻ എല്ലാത്തിനും കുറച്ച് വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ ഒന്ന് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് കാച്ചിന് കൊള്ളില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ എന്നിട്ട് ഇത് വാങ്ങി നഴ്സറിയിലോട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു എന്താണ് ഇത് ഇങ്ങനെയെന്ന്. നല്ല മുഴുത്ത ഓറഞ്ചാണ്, വലിപ്പമുള്ളതാണ്. പക്ഷെങ്കിൽ അതിനകത്ത് ജ്യൂസേ ഇല്ല, ഒരു സ്വീറ്റും അല്ല. സ്വീറ്റ് ഓറഞ്ച് കേട്ടപ്പോൾ ഞാൻ ഓർത്തു നല്ല മധുരമാണല്ലോ എന്ന്. ഒട്ടും തന്നെ സ്വീറ്റും അല്ല, ജ്യൂസും ഇല്ലാത്ത ടൈപ്പ് നല്ല മുഴുത്ത ഓറഞ്ചും ആയിരുന്നു. അവര് പറയുന്ന 3 വർഷം പിടിക്കും ഇതിന് മധുരം വരാനെന്നാണ്. എന്തായാലും വെയിറ്റ് ചെയ്യുവാണ്. അതിന് ഇപ്രാവശ്യം ഉണ്ടാകുന്ന ഓറഞ്ച് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. കാര്യം 2 പ്രാവശ്യം മോശമായിരുന്നു ആ ഓറഞ്ച്. അപ്പൊ സ്വീറ്റ് ഓറഞ്ച് എന്നും പറഞ്ഞ് വാങ്ങിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാതാണ് വന്നിരിക്കുന്നത്. പിന്നെ എന്റെ ഡ്രാഗണാണ് കേട്ടോ. ഇത് ഞാൻ ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ച് നമ്മുടെ വേലിയയിലോട്ട് കയറ്റി വിട്ടിരിക്കുകയാണ്, ഫെൻസിങ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ അല്ലാതെ തൂണ് നാട്ടാനോ ടയർ വയ്ക്കാനോ ഒന്നും പോയിട്ടില്ല. ഇതിൽ ഇങ്ങനെ പടർന്നു വന്ന് കായ്ച്ചിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ. ഇതിൽ ഇപ്പോഴത്തെ കഴിഞ്ഞു, വീണ്ടും പൂത്തൊക്കെ വരുന്നുണ്ട്. ആ പൂ പോകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ലപോലെ ഇപ്രാവശ്യവും കായ്ച്ചതാണ്. ഇത് നമ്മുടെ റെഡ് ലേഡി പപ്പായാണ് കേട്ടോ. അത് 2 തൈ വെച്ചതാണ്. എൻ്റെ പപ്പായ എല്ലാം പോയി. അതിനുശേഷം ഞാൻ ഇത് റെഡ് ലേഡി തന്നെ ഉണ്ടായിരുന്നു, എനിക്കത് പോയതിന് വെച്ചതാണ്. ഇപ്പൊ എന്തായാലും ഇതിൽ പൂ വന്നിട്ടുണ്ട്. കാ പിടിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഏതായാലും പൂവുണ്ട് ഇതിന്. എല്ലാം ഞാനൊന്ന് ജൈവവളമാണ് സാധാരണ ഞാൻ ഇടാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് അല്ലാതെ വളങ്ങളോടൊക്കെ ഒന്ന് ഇട്ട് നോക്കിയതാണ് എല്ലാത്തിനും ആദ്യമായിട്ട് കേട്ടോ. ഇതുവരെ ഞാൻ അങ്ങനെയുള്ള വളങ്ങളൊന്നും ചെയ്തിട്ടുള്ളതല്ല. ഈ പേരയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഇത് നല്ല പിങ്ക് കളർ ഉള്ളിലുള്ള ഒരു പേരയാണ്. പക്ഷെ അധികം സീഡൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരയായിരുന്നു. ഇതും പോട്ടിൽ തന്നെ. എൻ്റെ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഞാൻ ഇങ്ങനെ പോട്ടിൽ വെച്ചതായിരുന്നു. ഇത് പോട്ടിൽ നിന്ന് മാറ്റി നിലത്ത് വെച്ചിട്ട് ഇപ്പൊ 6 മാസം കഴിഞ്ഞു. ആദ്യമായിട്ടാണ് അത് പിന്നെ പൂവിട്ട് വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് ഞാൻ ആ പോട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ഇതിന്റെ പേരയ്ക്ക പറിച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള പേരയ്ക്കയായിരുന്നു. അപ്പൊ നിലത്ത് വെച്ചും നല്ലതുപോലെ കായ്ക്കുമല്ലോ എന്നും കണ്ടുകൊണ്ടാണ് നിലത്ത് വെച്ചത്. പക്ഷെങ്കിൽ ഇപ്പൊ അതിന് പൂ ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പം തുടർച്ചയായിട്ട് ഇടുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ചെറുനാരകമാണ്, സാധാ ചെറുനാരകം കേട്ടോ. ഇവിടെ വലിയതായിട്ട് കരിമ്പുണ്ടായിരുന്നു. ആ കരിമ്പ് ഇതിന് മുകളിലേക്ക് വീണ് കുറെ കമ്പുകളൊക്കെ അങ്ങ് ഒടിഞ്ഞൊക്കെ പോയായിരുന്നു. ഞാൻ അതിന് കരിമ്പിനെ മൂടോട് തന്നെ അത് പിഴുത് മാറ്റിയിട്ടുണ്ട്. ഇനിയും നാരകം ശരിയായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതും ഒരു കിലോ പേര എന്ന് പറഞ്ഞ പേരയാണ് കേട്ടോ. ഇത് വെച്ചിട്ട്
സത്യം പറഞ്ഞാൽ ഇപ്പൊ 1 വർഷത്തോളമായി ഇത് പെതുക്കെ പെതുക്കെ ഇങ്ങനെ പൊട്ടിക്കിളുത്ത് വരുന്നേ ഉള്ളൂ. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. വളം ഇട്ടതും കൊണ്ട് ഇനി അത് ശരിയാവുമായിരിക്കും. ഇത് സീഡ്ലെസ് ലെമൺ എൻ്റെ കയ്യിലുണ്ട്. അതിന്റെ ഒരു കമ്പി ഞാൻ ഒടിച്ചു വെച്ചതാണ് കേട്ടോ. ഇനി ഇങ്ങനെ ഒടിച്ചു വെച്ചതും കൊണ്ട് ഏത് ടൈപ്പിലുള്ള നാരങ്ങ ഉണ്ടാകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മുടെ സീതാഫലാണ് കേട്ടോ. പിന്നെ അത്തയുണ്ടല്ലോ, അതൊന്ന് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയിരിക്കുകയാണ്. കാര്യം നല്ലതായിക്കോളും. കുറച്ച് കിളന്നുപോയി, അതിനാണ് ഞാൻ പ്രൂൺ ചെയ്തത്. ആദ്യമേ ഒന്ന് പ്രൂൺ ചെയ്യേണ്ടതായിരുന്നു, അങ്ങനെ ചെയ്തില്ലായിരുന്നു ഞാൻ. ഇത് അവക്കാഡോയാണ്, സീഡിട്ട് കിളിപ്പിച്ച അവക്കാഡോ. ഇപ്പൊ 6 വർഷം കഴിഞ്ഞു, ഇതുവരെ പൂവൊന്നും വന്നിട്ടില്ല. 8-9 വർഷം ആകുമെന്ന് പറയുന്നു. പക്ഷെങ്കിൽ 6 വർഷം ആയത് പലരും കായ്ച്ചു എന്ന് പറയുന്നു. മോതിരവളം പോലെ എന്തോ ഇട്ട് കൊടുത്താല് പ്രാവശ്യം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഇതെന്റെ അൽഫോൺസ മാവാണ്. ഇപ്രാവശ്യമാണ് ഇത് കായ്ച്ചത്. വെച്ചിട്ട് 5 വർഷം ആയതാ കേട്ടോ. ഇതിന്റെ ചുവട്ടിലത്തെ കമ്പിലെല്ലാം ഞാൻ വേറെ കമ്പുകൾ ഇങ്ങനെ കണ്ടോ, ഇവിടൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുവാണ്. കണ്ടോ കണ്ടോ, ഇങ്ങനെ ഞാൻ വേറെ കമ്പ്, പല മാവിന്റെ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിലെല്ലാം ഞാൻ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കിളുക്കുകയും ചെയ്തു. ഇത് ചാമ്പയാണ്, ആപ്പിൾ ചാമ്പ. എല്ലാം ഒരുപോലെ നട്ടതാണെന്നുള്ള ഓർത്തോണം. മാവും അവക്കാഡോയും ഒഴികെ ബാക്കിയെല്ലാം ഒരേ സമയത്ത് നട്ടതാണ്. ഈ ചാമ്പ ഇതുവരെ പൂത്തിട്ടില്ല. എന്താ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഇത് എയർ പ്രൂണിംഗ് പൊട്ടി തന്നെയായിരുന്നു. ഞാൻ ഇതിൽ നിറച്ച മണ്ണിന്റെ കുഴപ്പമാണോ എന്ന് അറിഞ്ഞുകൂടാ. ജൈവവളമാണ് സാധാരണ ഞാൻ ഒഴിക്കാറുള്ളത്. ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കിയാണ് ഒഴിക്കാറുള്ളത്. ഇപ്പൊ ഇതിന് നല്ലപോലെ കിളിർപ്പൊക്കെ വരുന്നുണ്ട്. എന്താന്ന് അറിഞ്ഞുകൂടാ. നല്ല വെട്ടമുള്ളിടത്തൊക്കെയാണ് വെച്ചത്. ഇത് മാതളമാണ് കേട്ടോ, അനാറ്. മാതളം നമ്മള് ഗ്രാഫ്റ്റ് ചെയ്തോ ബഡോ ഒന്നും അല്ല, സീഡ് ഇട്ട് മുളപ്പിച്ചെടുത്തതാണ്. ഇത് നിറയെ പൂ വന്നതാണ് കേട്ടോ, പൂവും കായും ഒക്കെ പിടിച്ചതാണ്. ഇത് എയർ പ്രൂണിംഗ് പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിലൊക്കെ എല്ലാത്തിലും എനിക്ക് കായും പൂവും ഇങ്ങനെ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ എന്തോ ഒരു പേരയാണ്, മുന്തിരിപ്പേര എന്ന് പറയുന്നത്. ഉണ്ടോ? പക്ഷെ മുന്തിരിപ്പേരയല്ല, സ്ട്രോബെറി പേര എന്നാ പറഞ്ഞത് കേട്ടോ. സ്ട്രോബെറി പേര ഇത് പോട്ടിലായിരുന്നു. അപ്പൊ നിറയെ പൂ വന്നു. പക്ഷെ ഒരു കാ പോലും ഇല്ലായിരുന്നു. നിറയെ പൂ വന്ന് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ അതിനെ എടുത്ത് ഇവിടെ ഒരു കുഴിക്കകത്ത് കൊണ്ടങ്ങ് വെച്ചൊരു, അവിടെ ഒരു ഈ ഇലയെല്ലാം കൂടെ തൂത്ത് കൂട്ടിയിടുന്ന ഒരു കുഴിയായിരുന്നു, അതിനകത്തോട്ട് കൊണ്ടങ്ങ് പിടിപ്പിച്ചു. അത് പിന്നെ പൂത്തിട്ടേ ഇല്ല കേട്ടോ. ഇത് മാങ്കുസ്റ്റിനാണ്. മാങ്കുസ്റ്റിന് ഇപ്പൊ 4 വർഷം ആയതാണ്. എന്തെനിക്ക് അറിഞ്ഞുകൂടാ, എന്താന്നറിയത്തില്ല. ഇത് പൂത്തിട്ടേ ഇല്ല ഇതുവരെ. ചൂടലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ അവിടെ നിന്ന് മരങ്ങളും കമ്പുകളൊക്കെ ഒന്ന് വെട്ടി ഇച്ചിരി വെട്ടമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് കായ്ച്ചേക്കാം. കാര്യം നല്ല രീതിയിൽ തന്നെയാണ് ഇത് വളർന്നു വരുന്നുണ്ട്. ഇനിയും ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഇത് കായ്ക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് സുവർണരേഖ എന്ന് പറയുന്ന മാവാണ്. ഇത് പോട്ടിലായിരുന്നു നിന്നത്. പോട്ടിൽ നിന്ന് ഞാനിത് കായ്ച്ചോ പൂത്തിട്ടോ ഒന്നും അല്ല മാറ്റിയത്. ഇതിന്റെ കമ്പ് മുഴുവൻ കേടായിട്ട് എന്തോ പുഴുക്കുത്തല് പോലെ വന്ന് കേടായിപ്പോയി, നശിച്ചു പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ കുറെ സാഫൊക്കെ തേച്ച് റെഡിയാക്കിയിട്ട് വേറെ മണ്ണിൽ ഡയറക്റ്റ് കുഴിച്ചു വെച്ചതാണ്. എന്തായാലും ഇപ്പൊ നല്ല രീതിയിൽ അത് കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് ഇനി അത് ശരിയായിക്കോളും. ഇത് അബിയു ആണ്. ഇതിന് 2 വർഷം ആയത് തന്നെയാണ്. മറ്റു പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൂട്ടത്തി വെച്ചതാണ്. ഇത് 2 വർഷമായിട്ട് ഇപ്പൊ ആദ്യത്തെ 1 വർഷം കഴിഞ്ഞപ്പോ പൂത്തു. ആ 1 വർഷം തന്നെ 2 ടൈമിൽ ഇത് പൂത്തായിരുന്നു. ഇപ്പോഴും വീണ്ടും അത് പൂത്തിട്ടുണ്ട്. ഈ മഴ വന്നപ്പോ പൂവെല്ലാം പോയി, വീണ്ടും അതേ പൂ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം. അപ്പൊ എനിക്ക് തോന്നിയത് ഇങ്ങനെ പൂവ് വന്നിട്ട് കാ പിടിക്കാത്ത എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലര് പറയുന്നു 3 വർഷം കഴിഞ്ഞിട്ടേ അത് കാ ആകത്തുള്ളെന്ന്. പലരും പലത് പറയുന്നു. അപ്പൊ ചിലര് പറഞ്ഞു പൊട്ടാഷ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പൊട്ടാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കായ്ച്ചോളുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇത് നിറച്ചും പൂവുണ്ട്, കുരുകുരാന്ന് പൂവാണ്. അപ്പൊ എന്തായാലും ഞാൻ പൊട്ടാഷ് ഇട്ടിരിക്കുകയാണ്. കുറച്ച് വളമല്ലാതെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അത് കാ പിടിക്കും എന്നുള്ളത് വിശ്വസിക്കുന്നു. ഒരെണ്ണമെങ്കിലും ഒന്ന് കായായി കിട്ടിയാൽ മതി എന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. കാര്യം ഇതിന്റെ ടേസ്റ്റ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ലതാണ്, കരിക്കിന്റെ ടേസ്റ്റ് ആണെന്നൊക്കെ. അപ്പൊ നമ്മൾ തന്നെ വീട്ടിലൊന്ന് നല്ല രീതിയിൽ കായ്ച്ചിട്ട് അതിൽ ഒരെണ്ണമെങ്കിലും എടുത്തൊന്ന് കഴിച്ചു നോക്കുവാണെങ്കിൽ അറിയാമല്ലോ പറയുന്ന പോലെ ആണോ, ടേസ്റ്റ് ഉള്ളതാണോ എന്ന്. അപ്പൊ അത് ഇങ്ങനെ കായ്ച്ചൊന്ന് കിട്ടാൻ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇത് നമ്മുടെ സീതാഫലിന്റെ വേറൊരെണ്ണമാണ്. അതും പോട്ടിൽ തന്നെയായിരുന്നു. ഇത് ഒരു പൂ കഴിഞ്ഞു, പക്ഷെ വീണ്ടും കിളർന്നു പോകുന്നത് കാരണം ഞാനത് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ലപോലെ പൊട്ടിക്കിളുത്ത് വരുന്നുണ്ട്. ഇത് നമ്മുടെ ലെമൺ മെയിനാണ് കേട്ടോ. ഈ ലെമൺ മെയിന് ഞാൻ ഒത്തിരിയും കായ്ച്ചതാണ്. ഞാൻ ചുമ്മാ അതുവഴിയൊക്കെ നടക്കുമ്പോൾ അത് പറിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. ഇപ്പം കുറച്ച് കായേ ഉള്ളൂ.
ഇപ്പൊ കായുടെ സമയം അല്ലായിരിക്കും. അതിന്റെ പൂവാണ് ഏറ്റവും നല്ലത്. നല്ല വലിപ്പമുള്ള, നല്ല മുല്ലപ്പൂവിനേക്കാൾ വലിപ്പമുള്ള പൂവാണ് കേട്ടോ. ഇത് ബനാന സപ്പോട്ടയാണ്. നിറയെ കാ പിടിക്കുന്നതാണ് ബനാന സപ്പോട്ട കേട്ടോ. ഇത് കണ്ടോ, കുരുകുരാന്ന് കായുണ്ട്. കായ്ച്ചു വരുമ്പോൾ സാധാരണ പോലെ ഉരുണ്ടാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ് ഇത് നീളത്തിലുള്ള കായായിട്ട് മാറുന്നത്. സപ്പോട്ട വളരെ ടേസ്റ്റ് ഉള്ളതാണ് അത് കേട്ടോ. പിന്നെ കാലാപ്പാടിയാണ് ഈ മാവ്. ഇതെന്താന്നറിയത്തില്ല, ഇത് പോട്ടിലായിരുന്നപ്പോഴും എപ്പോഴും പൂക്കുമായിരുന്നു, പക്ഷെ കാ പിടിക്കുന്നില്ല. നിലത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇത് തന്നെ പൂക്കുന്നുണ്ടൊന്നും കാ പിടിക്കുന്നില്ല. അപ്പൊ കാലാപ്പാടി മാവുള്ളവരൊന്ന് പറയണേ എന്താ അങ്ങനെ വരുന്നെന്നുള്ള. പൂക്കുന്നുണ്ട്, നല്ല ഇത് എല്ലാ ശിഖരത്തിലും പൂ വരുന്നുണ്ട്, പക്ഷെ ഒന്നുപോലും അങ്ങനെ കാ പിടിക്കുന്നില്ല. ഇത് സീഡ്ലെസ് ലെമൺ ആണ്. ഇതിൽ നിന്ന് ഒരു കമ്പെടുത്താണ് ഞാനിപ്പോ അപ്പുറത്ത് കുഴിച്ചു വെച്ചിരിക്കുന്നത്. ഇതും കായ്ച്ചതാണ് കേട്ടോ. എയർ പ്രൂണിംഗ് പോട്ടിൽ തന്നെയായിരുന്നു, അവിടുന്ന് ഞാൻ നിലത്ത് വെച്ചതാണ്. നിലത്ത് വെച്ച് കഴിഞ്ഞ പിന്നെ അങ്ങനെ അധികം കാ പിടിക്കുന്നില്ല. ഇത് സാധാരണ നമ്മുടെ ക്രിക്കറ്റ് ബോൾ സപ്പോട്ട. ഇത് കുറച്ച് കിളന്ന് വരും. ഇത് പഴയ ഒരു സപ്പോട്ട മരമാണ്. കിളന്നിങ്ങനെ വന്നു, ഒത്തിരി ശാഖയായിട്ട് ഇങ്ങനെ വന്നിട്ട് കിളന്നു പോയി. അപ്പൊ കിളന്നു പോയ ഭാഗം ഞാൻ കട്ട് ചെയ്തു. ഇപ്പൊ ആ ശിഖരങ്ങളും മാത്രമേ ഉള്ളൂ നമുക്ക് പറിക്കാനുള്ള സൗകര്യത്തിന്. ഇത് നല്ല സപ്പോർട്ടാണ്. സാധാരണ സപ്പോർട്ടേക്കാട്ടിലും നല്ല ടേസ്റ്റുമാണ്, പക്ഷെങ്കിൽ ഭയങ്കര വലിപ്പമാണ്. ക്രിക്കറ്റ് ബോൾ എന്ന് പറയുന്ന പോലെ തന്നെ നല്ല വലിപ്പത്തിലുള്ള സപ്പോർട്ടയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇപ്പൊ എൻ്റെ കൈവശമുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ കേട്ടോ. അപ്പം ഇവിടെ നിൽക്കുന്ന നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ളതാണത്. ഇത് ഇപ്പം ഞാൻ വാങ്ങി വെച്ച ഒരു ഓറഞ്ചാണ് കേട്ടോ. ഇതിന്റെ പേരെന്താ, മാംഗ്രീനോ അങ്ങനെ എന്തോ ആണ് ഒരു ഓറഞ്ച്. മിറാക്കിൾ ഫാമിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. മാൻഡ്രെയിനോ അങ്ങനെ എങ്ങാണ്ട് എന്തോ അതിന്റെ പേര് പറഞ്ഞു. അത് വെച്ചിട്ട് 2 ആഴ്ചയേ ഉള്ളൂ കേട്ടോ. ചെറിയ കിളിർപ്പൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഒരു അത്തിയും ഈ ഇതും കൂടാണ് ഞാൻ വാങ്ങിച്ചു വെച്ചത്. അത്തിക്ക് ഒരല്ലേ ഉള്ളായിരുന്നു കേട്ടോ. ഇസ്രയേൽ അല്ലേ, ഈജിപ്ഷ്യൻ ഫിഗ് എന്ന് പറയുന്നത്. ഒരില ഉള്ളായിരുന്നു, ആ ഇല പോയി. ഇപ്പം വേണ്ടത് കിളിർപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നത് കാരണം ഒരു ഓറഞ്ചെങ്കിലും എനിക്ക് മധുരം ഉള്ളത് കിട്ടണമെന്ന് കണ്ടാണ് ഞാനത് വാങ്ങിച്ചു വെച്ചത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ വീടിനോട് ചേർന്ന് മുറ്റത്തിന്റെ ഭാഗത്തുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളൊക്കെ. ഇത് കൂടാതെ നമ്മുടെ പറമ്പിൽ വേറെ നിപ്പുണ്ട് കേട്ടോ. വേറെ കുറെ ഇനം ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളൊക്കെ നിപ്പുണ്ട്. പക്ഷെങ്കിൽ ഇത്ര മിൽക്ക് ഫ്രൂട്ടും അതെല്ലാം താഴെ തന്നെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പറമ്പിലോട്ട് മാറ്റിയാണെന്നേ ഉള്ളൂ. ഇവിടെ പോട്ടിൽ വെച്ചിരുന്നതാണ്. അപ്പൊ മിൽക്ക് ഫ്രൂട്ടൊക്കെ ഇച്ചിരി വലിപ്പം വെക്കുമല്ലോ എന്ന് കണ്ടാണ് ഞാൻ പറമ്പിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇതൊക്കെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു കേട്ടോ. കാര്യം നട്ടുപിടിപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നതാണ് ഇതിന്റെ എല്ലാം വീഡിയോയും. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. നമസ്കാരം. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്നുള്ളത്. മെഡിറ്റേഷന് പല ക്രിയകളുണ്ട്, പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് ബ്രീത്തിങ് മെഡിറ്റേഷൻ ആണ്. ബ്രീത്തിങ് മെഡിറ്റേഷൻ ആണ് ഏറ്റവും നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഈസി ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആണ്. നമ്മുടെ ബ്രീത്തിങ്, ശ്വസനത്തെ നിയന്ത്രിക്കുന്നു. നമ്മുടെ ശ്വസനം ഏത് രീതിയിൽ നടക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഏറ്റവും നമ്മളോട് കൂടി തന്നെ നിന്ന് ഏറ്റവും അടുത്തറിയാൻ പറ്റിയ ഒരു മെഡിറ്റേഷൻ ആണ് ബ്രീത്തിങ് മെഡിറ്റേഷന്. അതിന് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് രാവിലെ തന്നെയാണ് കേട്ടോ. അതിരാവിലെയാണ്. സമയമില്ലാത്തവർക്ക് വൈകുന്നേരവും ചെയ്യാം. ഏത് സമയം ചെയ്താലും വയറ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെയ്യാതിരിക്കുക. അതിരാവിലെ ആകുമ്പോൾ നമ്മള് ശരീരശുദ്ധിയോടുകൂടി ഒന്ന് ഫ്രഷ് ആയിട്ട്, ചിലർ പറയും രാവിലെ എഴുന്നേറ്റാകുമ്പോൾ പല്ലുപോലും തേക്കാതെ ഒന്നും മെഡിറ്റേഷൻ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ പല്ലൊക്കെ തേച്ച് വൃത്തിയാക്കി നമ്മുടെ ശരീരം ഒന്ന് ശുദ്ധീകരിച്ചതിന് ശേഷം വേണം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കാനും. ഏറ്റവും നല്ലതാണ്. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നതിനും നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്നതിനും ഒക്കെ പറ്റിയതാണ് മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളത്. മെഡിറ്റേഷൻ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്നും ഒക്കെ ഒത്തിരി മാറ്റം വരുന്നതാണ്. നമുക്ക് കൂടുതലും രോഗങ്ങളൊക്കെ വരുന്ന നമ്മൾ അനാവശ്യമായിട്ട് കൂടുതൽ ചിന്തകളൊക്കെ ഉള്ളിൽ കയറ്റി അങ്ങനെ കൂടുതലായിട്ട് ചിന്തിച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ അറിയാതെ തന്നെ പല രോഗങ്ങളും പിടിപെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തുടർച്ചയായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി ഒരു സമയം വെക്കണം. ഇപ്പൊ നിങ്ങൾ വെളുപ്പിനെ 5 മണിക്ക് ഇപ്പൊ ചെയ്യുന്നു, അല്ലെങ്കിൽ 5:30 ചെയ്യുന്നു എന്ന് വരിയിൽ ഒരു 10-20 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കുറഞ്ഞൊരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അതിനിപ്പം നിങ്ങൾ സമയമായോ എന്നിങ്ങനെ നോക്കിയിരിക്കാതെ ഒരു ഫോണിലോ ഒരു അലാറം വെച്ചിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ആ സമയമാകുമ്പോൾ അലാറം അടിക്കും. അത് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ നിർത്താവുന്നതുമാണ്. ഒരു ചിട്ടയോടുകൂടി ഒരു സമയം വെച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാൻ എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള, നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇരുന്നാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് വേണം മെഡിറ്റേഷൻ ചെയ്യാൻ. ചിലർക്ക് ഇരുന്ന് ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ കസേരയിൽ ഇരുന്നായാലും ചെയ്യാം. അപ്പോഴും നട്ടില് നിവർത്തി ഇരുന്ന് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ശവാസനത്തിൽ കിടന്നായാലും ചെയ്യാൻ പറ്റിയതാണ് മെഡിറ്റേഷന്. നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു ആ രീതിയിൽ ചെയ്യുക. അതുപോലെ ഒത്തിരി വെട്ടമുള്ള മുറിയിലൊന്നും ഇരുന്ന് ചെയ്യാതിരിക്കുക. നമുക്ക് കൈ മലർത്തി വെച്ചോ ചിന്മുദ്രയിൽ വെച്ചോ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ മലർത്തി വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ശരീരം ഒന്ന് ശ്രദ്ധിക്കാം. കണ്ണടച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മുടെ ശ്വസനത്തെ ഒന്ന് ശ്രദ്ധിക്കണം. ദീർഘമായി ഒന്ന് ശ്വാസം അകത്തേക്ക് വലിച്ചെടുക്കാം. നമ്മുടെ വയറിനെ ശ്രദ്ധിക്കാം, ചെസ്റ്റിനെ ശ്രദ്ധിക്കാം, ഷോൾഡറിനെ ശ്രദ്ധിക്കാം. നിവർന്നിരിക്കാം. ഒത്തിരി ബുദ്ധിമുട്ട് ഏറ്റ് നിവർന്നിരിക്കാതിരിക്കുക. ദീർഘമായി ഒന്ന് ശ്വസിക്കാം. ദീർഘമായി വായിൽ കൂടെ ശ്വസിക്കാം. മൂക്കിൽ കൂടെ ശ്വാസം വെളിയിലേക്ക് വിടാം. വീണ്ടും ഒന്നുകൂടി ശ്വസിക്കാം. മൂക്കിൽ കൂടെ ശ്വാസം വെളിയിലേക്ക് വിടാം. ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ ഒത്തിരിയും ചിന്തകളൊക്കെ വരാം. പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർക്കാം. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്, വേദനയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ഭൂതകാലത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് പുറകേക്ക് വിടാം. ശ്വസിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ശ്വാസത്തെ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഉള്ളിലുള്ള പഴയകാല എല്ലാ ചിന്തകളെയും നമുക്ക് ഒരു നിമിഷം പുറകോട്ട് വിടാം. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ഭൂതകാലത്തെ പഴയ ചിന്തകളെല്ലാം വെളിയിലേക്ക് കളയാം. പഴയ ചിന്തകളൊക്കെ പോകുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ സമയം നമുക്ക് ഭാവി കാലത്തെ കുറിച്ച് പലരും ചിന്തിക്കുന്നവര് കാണും. ഇനിയും വരാനിരിക്കുന്ന സമയത്തെ കുറിച്ച്. അത് ഭാരങ്ങളുള്ളതാകാം, പ്രയാസങ്ങളുള്ളതാകാം, ദുഃഖങ്ങളുള്ളതാകാം, സന്തോഷമുള്ളതാകാം. അതൊക്കെ ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ആ സമയം തന്നെ നമ്മുടെ ശ്വസനത്തെയും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കാലിന്റെ പെരുവിരൽ മുതൽ തല വരെയും ഒരേ സമയം നമുക്ക് ചിന്തിക്കാം. ഓരോ തലമുടി നാരുകൾ വരെയും നമ്മുടെ മനസ്സിൽ വരട്ടെ. നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് ഈ സമയം വേണ്ടത് ഭൂതകാലമോ ഭാവി കാലമോ ഒന്നുമല്ല മനസ്സിൽ വേണ്ടത്. അങ്ങനെ ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയാതിരിക്കുക. നമ്മുടെ മനസ്സിനെ രോഗമുള്ളതാക്കാതിരിക്കുക. നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം ദീർഘമായി ഒന്ന് ശ്വസിച്ച് ശ്വാസം വെളിയിലേക്ക് വിടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും മനസ്സിൽ നിന്നും
ദീർഘമായി ശ്വസിക്കാം. Breathe in, breathe out. Breathe in, breathe out. Breathe in, breathe out. നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പരമാവധി ശ്വാസം എടുക്കുന്ന സമയത്ത് വയറ് മുന്നോട്ട് വീർത്ത് വരുന്നത് ശ്രദ്ധിക്കാം. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് വയറുള്ളിലേക്ക് വലിഞ്ഞു വരുന്നത് ശ്രദ്ധിക്കാം. ശരിയായിട്ടുള്ള ശ്വസന രീതി അതാണ്. നമ്മുടെ ഹൃദയമിടിപ്പ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പം നമ്മുടെ മനസ്സ് ഏകാഗ്രമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഭൂതകാലമോ ഭാവി കാലമോ ഒന്നും നമ്മുടെ ഉള്ളിലില്ല. നമ്മുടെ മനസ്സിനെ ഒരു പഞ്ഞിക്കെട്ട് പോലെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ മനസ്സിരിക്കുന്നത്. തലച്ചോറിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ശരീരത്തിൽ കൂടി ഒഴുകുന്ന ഓരോ നാഡികളും അത് നമ്മുടെ ശ്രദ്ധ വരട്ടെ. നമ്മുടെ ശരീരത്തിൽ കൂടി പോകുന്ന ഓരോ ഞരമ്പുകളും അതിൽ കൂടി ഒഴുകുന്ന രക്തത്തെയും നമ്മുടെ മനസ്സിൽ ഒരു നിമിഷം ചിന്തിക്കാം. നമുക്ക് നമ്മുടെ വർത്തമാനകാലത്തിൽ മാത്രം ചിന്ത കൊടുക്കാം. നമ്മുടെ വർത്തമാനകാലം എന്ന് പറയുന്നത് നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ശ്വസനവും നമ്മുടെ ഹൃദയമിടിപ്പും മാത്രമാണ് ഇപ്പം നമ്മളിലുള്ളത്. ഒരു നിമിഷം ചിന്തിക്കാം. നമ്മുടെ ചുറ്റുപാടുകളിലുള്ള യാതൊരു ചിന്തയും ഇപ്പൊ ഇല്ല. നമ്മള് സ്വതന്ത്രയായിരിക്കുകയാണ്. ദീർഘമായി ശ്വസിച്ചുകൊണ്ടേയിരിക്കും. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. Breathing. Breathe out. നമ്മൾ ദീർഘമായി ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ നെഞ്ചില് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ശ്വാസം പിടിച്ചതിന് ശേഷം ശ്വാസം വെളിയിലേക്ക് വിടുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് കാണാം. നമ്മളിപ്പോ പൂർണ്ണമായ സ്വതന്ത്രയാണ്. വീണ്ടും നമ്മുടെ ഉള്ളങ്കാൽ മുതൽ തലവരെയും നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിക്കാം. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ അതൊക്കെയും നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുവരാം. അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് സമയം കൂടെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കാം. Breathe out. Breathe in. Breathe out. നമ്മുടെ കൈകൾ രണ്ടും നല്ലതുപോലെ ഒന്ന് ഉരച്ച് ചൂടാക്കി നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക.
നിങ്ങൾ പരമാവധി ഒരു 15 മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഞാനിതിപ്പോ എളുപ്പം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ചെയ്ത് നിർത്തിയതാണ്. ഇതേ രീതിയിൽ നമുക്ക് എപ്പോഴും വേണ്ടത് ഭൂതകാലവും ഭാവികാലവും ഒന്നുമല്ല നമ്മുടെ മനസ്സ് ചിന്തിക്കേണ്ടത്. അതൊക്കെ ചിന്തിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സ് എപ്പോഴും പല കാര്യങ്ങളും ഭൂതകാലത്തിലും ഭാവികാലങ്ങളിലും ഒക്കെ ചിന്തിച്ച് മനസ്സ് പതറിപ്പോകാതിരിക്കുക. നമ്മൾ ഏത് അവസ്ഥയിലാണോ അത് മുതൽ നിങ്ങൾ ചിന്തിച്ച് മനസ്സിനെ ഒന്ന് ധ്യാനിച്ച് ഏകാഗ്രമാക്കിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുക. കൂടുതൽ നമ്മൾ രോഗങ്ങളൊക്കെ വിളിച്ചു വരുത്തുന്നത് പല കാര്യങ്ങളും ചിന്തിച്ചായിരിക്കും. അതൊക്കെ കളഞ്ഞ് നമ്മൾ സ്വതന്ത്രയായിട്ടിരിക്കുക. ഇപ്പോൾ ഞാൻ എളുപ്പം ഒരു മെഡിറ്റേഷൻ ചെയ്ത് നിർത്തുമായിരുന്നു. നിങ്ങൾക്ക് ഇതേ രീതിയിലും കൂടുതൽ സമയം നിങ്ങൾക്ക് ഇതേപോലെ ഇരിക്കാവുന്നതാണ്. നിങ്ങൾ മറ്റൊരു ചിന്തകളും ഇല്ലാതെ മറ്റൊന്നും ഓർക്കാതെ കുറച്ച് സമയം ഇരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണത്. പല ദിവസങ്ങൾ ചെയ്ത് നിങ്ങളുടെ ആ ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി നിങ്ങൾ ഒരു ഊർജ്ജസ്വലത ഉള്ള ഒരു വ്യക്തിയായിട്ട് തീരുന്നതാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് കേരള സ്റ്റൈൽ സാരി നല്ല ഭംഗിയായിട്ട് എങ്ങനെ ഉടുക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. പലപ്പോഴും ചെറുപ്പക്കാർക്കും അതുപോലെ പ്രായമുള്ളവർക്കായാലും സാരി ഉടുത്തെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഒരു സാരി ഉടുക്കുന്നതാണ് ഏറ്റവും ഭംഗിയായിട്ട്, മറ്റു ഡ്രസ്സിനേക്കാളും ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നത് സാരി ഉടുക്കുന്നത് തന്നെയാണ്. അപ്പൊ ഇനി ആരും സാരി ഉടുക്കാൻ അറിയില്ല എന്നുള്ളത് പറയില്ല കേട്ടോ. നമ്മൾ എങ്ങനെ ഉടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ എവിടെയെങ്കിലും രാവിലെ ഫംഗ്ഷനോ വല്ലതും പോകേണ്ട സമയത്ത് നമുക്ക് എളുപ്പം സാരി ഉടുക്കാൻ സാധിക്കും കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉടുക്കുന്നത്. ഇന്ന് ഞാൻ ഈ ഒരു സാരിയാണ് ഉടുത്ത് കാണിക്കാൻ പോകുന്നത്. ഇതിന് വലിയ ബോർഡർ ഒന്നുമില്ല കേട്ടോ. അപ്പം ബോർഡർ ഉള്ള സാരി ഉടുക്കുന്നു അല്ലാത്ത സാരി ഉടുക്കുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ എവിടെയെങ്കിലും രാവിലെ ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നിങ്ങൾ മുന്താണ് ഇവിടോട്ട് ഇടുന്നത് നേരത്തെ തലേദിവസം ഒന്ന് പ്ലീറ്റ് ഒക്കെ എടുത്ത് ഭംഗിയായിട്ട് വെക്കുവാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് എളുപ്പം സാരി ഉടുത്തോട്ട് പോകാൻ സാധിക്കും കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെയെങ്കിലും പോകണം ഇപ്പം തലേദിവസം ഇവിടെ കറക്റ്റ് ആക്കി വെക്കും. താഴോട്ടുള്ള പ്ലേറ്റ്സും ഒന്ന് കറക്റ്റ് ആക്കി വെക്കാറുണ്ട് ചില ദിവസങ്ങളിൽ കേട്ടോ. എളുപ്പം പോകേണ്ട സമയമില്ലാതൊക്കെ വരും. അല്ലാത്തപ്പോൾ അങ്ങനെ പ്ലീറ്റ് ഇട്ട് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ മടക്കി ഇങ്ങനെ വെക്കും. തലേ ദിവസയെ പ്ലീറ്റ് എടുത്തത് കണ്ടോ. ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് ഞാൻ സാധാരണ വെക്കാറുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലാണ് വീതിയുള്ള പ്ലീറ്റ് വേണോ വീതി കുറഞ്ഞ പ്ലീറ്റ് വേണോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ. വീതി കുറഞ്ഞ പ്ലീറ്റും എടുക്കുക. പക്ഷെ ഞാനിവിടെ പ്ലീറ്റ്സ് എടുക്കുന്നത് എപ്പോഴും ഏറ്റവും മുകളിലത്തെ ഈ ഒരു ഭാഗത്ത് ഇത്ര ഒരു വീതി വരും കേട്ടോ. ആ രീതിയിലാണ് ഞാൻ എടുക്കാറുള്ളത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാണിക്കാമെങ്കിൽ നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ തലമുടിയൊക്കെ ഒന്ന് ചീകി കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. വെറുതെ ഒന്ന് കെട്ടി വെച്ചിട്ട് നിങ്ങൾ സാരി ഉടുത്താലും മതി. പക്ഷെ ഫ്രണ്ട് പോർഷനൊക്കെ നല്ല രീതിയിൽ ചീകി വെച്ചതിന് ശേഷം മാത്രമേ സാരി ഉടുക്കുക. സാരി ഉടുത്തതിന് ശേഷം ചിലരുടെ മുടിയെ ചെടയൊക്കെ കാണും, അതൊക്കെ കളയാനൊന്നും നിൽക്കല്. ചെടയൊക്കെ കളഞ്ഞ് എപ്പോഴും നല്ല വൃത്തിക്ക് വെച്ചതിന് ശേഷം മാത്രമേ സാരി ഉടുക്കുക. ഞാനിപ്പോൾ സാരി ബ്ലൗസും ഇട്ടിട്ടുണ്ട്, അണ്ടർ സ്കേർട്ടും ഇട്ടിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു സെറ്റ് മുണ്ട് ഉടുക്കുന്നത്. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ അണ്ടർ സ്കേർട്ട് ഇടുമ്പോൾ എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കെട്ടി വെക്കരുത്. കാര്യം ആ സാരി ഉടുത്ത് കഴിയുമ്പോൾ അതൊരു ഇതായിട്ട് വരും. ചിലർക്ക് ഇവിടെ വരെ എത്തുന്ന പാവാട എല്ലായിരിക്കും. അങ്ങനെ വരുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് വരും. എപ്പോഴും നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ നീക്കി വെക്കാതെ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി റൈറ്റ് സൈഡിലായിട്ട് അതിന്റെ കെട്ട് എപ്പോഴും വരാറ് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ പറഞ്ഞു സെറ്റ് മുണ്ട് കൊടുക്കുമ്പോൾ ആ മുണ്ടിനെ നമ്മുടെ റൈറ്റിലോട്ടല്ല കുത്തേണ്ടത്, ലെഫ്റ്റിലോട്ട് കുത്തുന്നതാണ് വൃത്തി. പക്ഷെ സാരി ഉടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ പിടിച്ച് നമ്മളെ റൈറ്റ് സൈഡിലോട്ടാണ് കുത്തേണ്ടത് കേട്ടോ. ഇങ്ങനെ നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടി അതിൻ്റെ അനുസരിച്ച് വേണം. കാര്യം നമ്മൾ ഏത് ചെരുപ്പാണോ ഇപ്പോൾ ഇട്ടുകൊണ്ട് നമ്മൾ പോകുന്നത്, ഒരു ഹീലുള്ളതായിരിക്കും, ചിലത് ഹീലില്ലാത്തതായിരിക്കും. അപ്പൊ ഹീലുള്ളത് ഇടുമ്പോൾ ആദ്യം സാരി ഇങ്ങനെ ഉടുത്താല് പിന്നെ ഹീലുള്ള ചെരുപ്പ് ഇടുമ്പോൾ നമുക്ക് വൃത്തികേടായിട്ട് വരും. ഇപ്പൊ നമ്മൾ എവിടെയും യാത്ര പോകുമ്പോൾ ഏത് ചെരുപ്പാണോ ഇടുന്നത് ആ ചെരുപ്പ് ആദ്യം ഇടണം. ഇട്ടതിന് ശേഷം നമ്മുടെ കറക്റ്റ് ലെങ്ത് വെച്ച് വേണം ഉടുക്കാൻ കേട്ടോ. അപ്പൊ ആദ്യം ഈ കുത്തുന്ന ഭാഗം നമ്മൾ കുറച്ച് കിളത്തണം. ഈ ഒരു കോർണർ മാത്രം, ഈ ഒരു സൈഡ് മാത്രം ഇങ്ങനെ പിടിച്ച് അല്പം കിളത്തി വെക്കണേ. ഇല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം താഴെയായിട്ട് കിടക്കും. അപ്പൊ ഇവിടെ മാത്രം കുറച്ച് കിളത്തി. അതിനുശേഷം ഇതേപോലെ റൗണ്ടായിട്ട് കൊണ്ടുപോകും.
ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെയും ഒന്ന് കുത്തിവെക്കാമേ. പിന്നീട് നമുക്ക് ഈ ഒരു ഭാഗം ആ പ്ലീറ്റ് എടുത്ത് നമുക്ക് ഇവിടേക്ക് ഇടേണ്ട ഭാഗം ഇങ്ങനെ കറക്കി കൊണ്ടുവരണം. ഇപ്പൊ ഞാൻ ഇവിടെ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ച് ഇതേപോലെ കൊണ്ടുവരണം. ഇതേപോലെ കൊണ്ടുവന്നിട്ട് നമുക്ക് എത്ര ലെങ്ത് ആണോ മുന്താണിക്ക് വേണ്ടി അതിന്റെ അനുസരിച്ച് പിൻ ചെയ്ത് വെക്കണേ. ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പിൻ ചെയ്ത് വെക്കണം. അതുപോലെ ഇവിടെ പിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ക്രിസ്ത്യൻസ് ഒക്കെ പള്ളിയിലൊക്കെ പോകുമ്പോൾ തലേ സാരി ഇടാറുണ്ട്. അപ്പൊ ഈ ഭാഗം കുറെ ബാക്കിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ തലേ തുണിയിടുമ്പോൾ ഞാൻ എപ്പോഴും പുറകോട്ട് പോകുന്നതാണ്. അപ്പൊ ഇവിടെ കുത്തുമ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി ഷോൾഡറിന്റെ ഈ ഭാഗത്തായിട്ട് കുത്താമെങ്കിൽ നമ്മൾ തലേ തുണിയിടുമ്പോൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. കുറച്ച് ബാക്കിലോട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ പുറകിലോട്ട് ഇങ്ങനെ പോകും. നമ്മളെടുത്ത പ്ലീറ്റ്സ് എല്ലാം ഇങ്ങനെ ഒന്ന് റെഡി ആയിട്ട് വെക്കണം. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ എളുപ്പമാണ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ വലിച്ചു കൊണ്ടുവരണം. അപ്പൊ ഇനിയുമാണ് ഞാൻ പറയാൻ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നല്ല ബോർഡർ ഒക്കെയുള്ള നല്ല കസവിന്റെ ബോർഡറും അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു പിൻ കുത്തണം കേട്ടോ. എന്നാലേ ഈ ഒരു നമ്മുടെ കസവിന്റെ ഈ ഒരു ബോർഡർ നല്ല കറക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ബോർഡർ ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ പിൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല കേട്ടോ. അപ്പൊ ബോർഡർ നല്ലപോലെ വരുന്നവരാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു ഇവിടെ ഒരു പിൻ കുത്താം. എന്നിട്ട് നമുക്ക് അതിന്റെ അനുസരിച്ച് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി വേണമെങ്കിൽ ഇവിടെ നമുക്ക് ആ കസവ് ബോർഡർ വരുമ്പോൾ ഇതേപോലെ രണ്ടും ഇങ്ങനെ ഇവിടുന്ന് പ്ലീറ്റ് വരരുത് കേട്ടോ. ഇവിടുന്ന് പ്ലീറ്റ് വന്നാൽ വൃത്തികേടാണ്. കുറച്ച് താഴെ ഇതുപോലെ പ്ലീറ്റ് വന്നിട്ട് ഇങ്ങനെ 2-3 മതി. ഒന്നുകൂടെ വേണമെങ്കിൽ ഇങ്ങനെ ഒന്നുകൂടെ എടുക്കാം. കണ്ടോ? അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് 1 2 3 പ്ലീറ്റ് ആയിട്ട് വന്നു. ഈ 3 പ്ലീറ്റും കൂടെ കുത്തി ഇവിടെ ആയിട്ടൊരു സെറ്റിപ്പിൻ കുത്തി വെക്കാവുന്നതാണ്. ബോർഡർ ഇല്ലാത്തവർക്ക് ചെയ്യേണ്ടത് നമ്മളെല്ലാം ഇവിടെ എല്ലാം മുറിഞ്ഞ് നമ്മൾ പ്ലീറ്റ് എടുത്ത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം ഇവിടേക്ക് വലിച്ചു കുത്തുക. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം മനസ്സിലായല്ലോ ബോർഡർ ഉള്ളവരെങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള. 2-3 പ്ലീറ്റ് ഇവിടെ ആക്കി ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് ബോർഡറും കൂടെ വെച്ച് ഇവിടെ പിൻ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഭാഗം കാണുമ്പോൾ നല്ല വൃത്തിക്കിരിക്കും. ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഇപ്പം പ്ലീറ്റിൽ ഇതിനിവിടെ ഒരു ബോർഡർ വലിയ ഭംഗിയായിട്ടുള്ളത് ഇല്ല, പ്ലെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സൈഡിലേക്ക് ഇതുള്ള ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുത്തിവെക്കുക. സാരി ഉടുക്കുമ്പോൾ ഒരു കാര്യമാണ് ഞാൻ പറയാം, എപ്പോഴും നമ്മുടെ കുട്ടിന് താഴെയായിട്ട് സാരി ഉടുക്കുന്നതാണ് ഭംഗി. എന്നിട്ട് ഇങ്ങനെ അവിടെ കുത്തിയതിന് ശേഷം സാധാരണ പ്ലീറ്റ് എടുക്കുന്ന നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് അറിയാമല്ലോ. ഞാൻ ഈ സൈഡിൽ നിന്നാണ് പ്ലീറ്റ് എടുക്കുന്നത്, ചിലർ ഈ സൈഡിൽ നിന്ന് എടുക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങളുടെ അറിവിന്റെ അനുസരിച്ച് ഈ വിരലും ഈ വിരലുമാണ് ഇവിടെ ചലിക്കുന്നത്. മറ്റേ 3 വിരലും ഈ 3 വിരല് സാരിയുടെ പ്ലീറ്റിന്റെ അടിയിലായിട്ടാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോ ഈ വിരല് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ വരുമ്പോ ഈ വിരല് ഇതിന്റെ ഈ മടക്കിനടക്കി പിടിക്കണം. ഇത്രയും പ്ലീറ്റ് എടുത്തല്ലോ. ഇനി ഈ പ്ലീറ്റ്സ് എല്ലാം കൂടെ ഈ ഭാഗം കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് ഞാനിപ്പം ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടാണ്. എന്നിട്ട് ബാക്കിയെല്ലാം ഇതേപോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിക്കണം. ഇങ്ങനെ എല്ലാ ഭാഗവും ഒരുപോലെ ഇങ്ങനെ ആക്കി പിടിക്കണം. ഇങ്ങനെ കിട്ടിയല്ലോ. അപ്പൊ മിക്കവാറും ആൾക്കാര് ഈ സാരി നമ്മളിവിടെ കുത്തി കഴിയുമ്പോൾ ഇതിന്റെ ഈ താഴ്ഭാഗത്തായിട്ടായിരിക്കും പിൻ കുത്തുന്നത് കേട്ടോ. അങ്ങനെ കുത്തിയ ഒരു വൃത്തികേടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ അകത്തേക്ക് കുത്തി ഇറക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ വരുമ്പോ നമ്മുടെ ലെങ്ത് ഒന്നിങ്ങനെ പിടിച്ചു നോക്കണം. ലെങ്ത് പിടിച്ചു നോക്കിയിട്ട് കറക്റ്റ് ആണെന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട ഭാഗത്തായിട്ട് ഇതുപോലെ വലിയൊരു പിന്നാണ്.
ഇങ്ങനെ ഒരു പിൻ കുത്തിയിട്ടുണ്ട്. വീണ്ടും ഇതെല്ലാം കൂടി ഒന്നുകൂടെ കറക്റ്റായിട്ട് നിന്ന് പിടിച്ചിട്ട് ഇത് നമുക്ക് നമ്മുടെ ലെങ്തിന്റെ അനുസരിച്ച് ഉള്ളിലേക്ക് കുത്തിയിറക്കാം. ഇങ്ങനെ നമ്മൾ കുത്തുന്ന സമയത്തെ ഈ പ്ലേറ്റ് ഒക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചതിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് താഴേക്ക് പോകല്ലേ. താഴേക്ക് പോയാൽ നമ്മൾ കുത്തിക്കഴിഞ്ഞ് പ്ലീറ്റ്സ് എടുത്തു കഴിയുമ്പോൾ അടിഭാഗം ഈ ഒരു ഭാഗം കൂടുതൽ ഇറങ്ങി കിടക്കുന്ന ഒരു തോന്നും. അപ്പൊ ഇങ്ങനെ പിടിച്ച് നമ്മൾ കുത്തുന്ന സമയത്ത് ഈ ഒരു കോർണർ ഇങ്ങനെ ഇച്ചിരി മേലേക്ക് കിടക്കണേ, മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് കുത്തിവെച്ചാൽ. അതുപോലെ തന്നെ നമ്മൾ പുക്കിളിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരിക്കലും സാരിയുടെ ഈ പ്ലേറ്റ്സ് എല്ലാം കൂടെ കുത്തി ഇറക്കില്ലേ. അങ്ങനെ കുത്തി ഇറക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഭാഗം വയറ് ശരിക്കും കാണുന്ന പോലെ വരും. അപ്പം ചിലരെ അങ്ങനെ ഉടുക്കുന്നതാണ് ചിലർക്ക് താല്പര്യം. പക്ഷെ അങ്ങനെ ഉടുക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ എപ്പോഴും റൈറ്റിലോട്ട് നീക്കി വേണം, ഒത്തിരി നീങ്ങിപ്പോലെ അല്പം റൈറ്റിലോട്ട് നീക്കി വേണം കുത്താൻ. ഇപ്പൊ ഞാനിത് നല്ല രീതിയിൽ കുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബോർഡർ ഇല്ലാത്തവര് ഈ രീതിയിൽ സാരി ഉടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇവിടെ എപ്പോഴും കുറച്ച് തുണി കാണുമല്ലോ ഇങ്ങനെ താഴേക്ക് ഇറക്കാൻ വേണ്ടി. അതിലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം കുത്തിയ ഭാഗം ഉണ്ടല്ലോ, അത് ഇവിടെ നമ്മൾ കുത്തി വെച്ചിരിക്കുകയാണ്. അത് അല്പം ഇങ്ങനെ ഒന്ന് വിടിവിക്കണം. വിടിവിച്ചിട്ട് ഇതിലൂടെ നമ്മൾ ഇങ്ങനെ കൈ വെച്ച് നമുക്ക് ഇട്ട് പാടൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ എടുത്ത് നമുക്ക് ഇങ്ങനെ ആ ഒരു ഭാഗം ഇതാണ്, ഇത്രയും ഭാഗമാണ് നമ്മൾ കുത്തി വെച്ച് അതിങ്ങനെ വലിച്ചെടുക്കണം. ഇവിടെ മുതലേ വലിയും അതേ വലിച്ചു കഴിയുമ്പോൾ നമ്മൾ നല്ല ഫിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ വലിച്ചിങ്ങെടുക്കണം. ഇത്രയും കിട്ടി മുമ്പേ നമ്മൾ കുത്തിവെച്ച് ഇത് ഇവിടേക്ക് ഇങ്ങനെ കുത്തിവെക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ ഭാഗമൊക്കെ ബാഗിൽ കൊണ്ടുപോയി കുത്തല്ലേ. ചിലർ ഇവിടെ ബാഗിൽ കൊണ്ടുപോയി കുത്തും. ഇവിടെ അധികം ഇല്ലല്ലോ, ഇത്രയേ ഉള്ളൂ. ഇവിടെ താഴോട്ട് പ്ലേറ്റ് വരാനുള്ള ഭാഗം ഇല്ല. മാക്സിമം നമ്മൾ ഇവിടോട്ട് ഒരു പ്ലേറ്റിന് എടുത്ത്, അപ്പൊ ഇങ്ങോട്ട് അധികം തുണി വേസ്റ്റ് ആയിട്ട് കിടക്കുന്നില്ല. അപ്പൊ ഇത് നമുക്ക് ഇവിടെ തന്നെ, അപ്പൊ താഴോട്ടൊരു മടക്ക് പോലും വരുന്നില്ല. കണ്ടോ, ഇവിടെ തന്നെ. അപ്പം ബാക്കി നമ്മൾ കുത്താതെ ഇട്ടിരിക്കുവാണ്. ഈ സമയത്ത് അതൊന്ന് കുത്തി വിട്ടിരണേ. ഇവിടെ നമ്മളിട്ട പ്ലേറ്റ്സ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ സാരി നമ്മൾ ഇവിടെ ഇങ്ങനെ വലിച്ചു കുത്തുന്നത് തന്നെ ഇവിടെ കണ്ടോ ഇങ്ങനെ പ്ലേറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് വലിച്ചു കുത്തുന്നതിന്റെ അനുസരിച്ച് നല്ല ഭംഗിയിൽ ഇവിടെ വരും കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, ഇത്രയും പ്ലേറ്റ്സ് വന്നിട്ടുണ്ട്. പ്ലേറ്റ്സ് ഒന്നും ഇല്ലാതെ ഒഴുക്കിനെ കിടന്ന വൃത്തികേടാണ്. കാര്യം നമുക്ക് വയറില്ലാത്തവരാണെങ്കിൽ കൂടുതൽ വയറെടുത്ത് കാണിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ഇവിടെ എപ്പോഴും ഇതുപോലെ ഒരു 2-3 പ്ലേറ്റെങ്കിലും ഇവിടെ ഇങ്ങനെ വരുന്നതാണ് നല്ലത്. കിളന്നല്ല, ഇത്തിരി കിളന്ന പോലെ ഇങ്ങനെ താഴേക്കായിട്ട് 2-3 പ്ലേറ്റ് ഇപ്പൊ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇതേപോലെ പ്ലേറ്റ് ഇങ്ങനെ വരുന്നതാണ് ഭംഗി കേട്ടോ. അപ്പൊ എല്ലാം കറക്റ്റായിട്ട് ഇപ്പൊ ചെയ്തു. സാരി നമ്മൾ ഉടുത്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കല്ലേ. ചിലരുണ്ട് എപ്പോഴും ഈ സാരിയുടെ ഈ ഭാഗം ഇങ്ങനെ വലിച്ചു വെച്ചുകൊണ്ടിരിക്കും. കാര്യം എന്താന്ന് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങിപ്പോരുന്നത്. അതിനെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തന്നെ വലിച്ച്, നമ്മൾ ഇവിടെ കുത്തിയപ്പോൾ നല്ല വലിഞ്ഞാണ് ഇരിക്കുന്നത് എങ്കിലും ഈ ഒരു ഭാഗം ഇങ്ങനെ കൊണ്ടുവന്ന് ഒത്തിരി താഴേക്കും ഒത്തിരി മുകളിലേക്കും ആയി പോലെ ബ്ലൗസിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു പിൻ ചെയ്ത് വെക്കുക. അപ്പം ഇവിടെ കറക്റ്റായിട്ടാണ്. ഇവിടെ ഇനി നമ്മൾ കൈ തൊടേണ്ട കാര്യമേ ഇല്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൽ അത് ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം ഇവിടെ പോകത്തില്ല, ഇങ്ങനെ തന്നെ ഇരുന്നുള്ളൂ. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ഒരു ഭാഗം ചിലർക്ക് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. നല്ലപോലെ വയറൊക്കെ കാണാവുന്ന പോലെയായിരിക്കും ഈ ഭാഗം ഇരിക്കുന്നത്. അപ്പം നമ്മളെ പറഞ്ഞല്ലോ, ഇവിടെ ഈ പ്ലീറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ സെറ്റിനും കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പം പറഞ്ഞു, എല്ലാ പ്ലീറ്റ്സും വീതി കുറഞ്ഞെടുത്താലും ഇതിന് തൊട്ട് താഴെ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഇതിനോട് ഏകദേശം അടുത്ത് ഇത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ. ഏകദേശം അടുത്താക്കി വേണം ഈ ഇതിന് തൊട്ട് താഴത്തെ ഈ ഒരെണ്ണം എടുക്കാൻ. കണ്ടോ, നമുക്ക് കാണാൻ വേണ്ടി ബാക്കിയൊക്കെ വന്നിരിക്കുന്ന ഇങ്ങാണ് വന്നിരിക്കുന്നത്. ഇത് മാത്രം ഇതിനോട് ചേർന്നാണ് വന്നിരിക്കുന്നത്. അതെന്തിനാന്ന് പറഞ്ഞാല് പറഞ്ഞല്ലോ, ഈ ഒരു ഭാഗം ചിലർക്ക് ഇങ്ങനെ കാണാൻ
നൂല് വൃത്തികേടായിട്ടിരിക്കും. അപ്പം ഇങ്ങനെ കൊണ്ടുപോയി ഈ ഒരു ഭാഗം ഇങ്ങനെ കിളത്തണം. എന്നിട്ട് ഈ ഒരു പ്ലേസ് വന്നിരിക്കുന്ന ഈ ഭാഗത്തല്ലേ ഇവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ അല്പ താഴെയായിട്ട് ഒരു പിന്നൂടെ കുത്തിവെക്കുക. ഇത്തിരി വലിച്ചു കുത്തരുത്. വലിച്ചു കുത്തി കഴിയുമ്പോൾ നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിഞ്ഞു വരും, സാരി കീറും, അങ്ങനെ വരല്ലേ. വലിയ പിൻ കുത്തുന്നതാണ് എപ്പോഴും നല്ലത്. ഇങ്ങനെ ലൂസായിട്ടിരിക്കണം. അല്ല ഒത്തിരി ടൈറ്റായിട്ടില്ല, ചെറിയൊരു കുത്തേ വന്നിട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങനെയാണ് ഇവിടെ വൃത്തികേട് വരത്തില്ല. ഇങ്ങനെ കിടക്കും. ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ കുത്തി വെച്ചിരിക്കുകയാണ്, ഇവിടെ നിന്ന് മാറി പോകത്തില്ല. ഇങ്ങനെ കിടന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ സാരി ഉടുക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ഇനിയും സാരി ഉടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വിചാരിച്ചിരിക്കല്. ഈ പ്ലേസ് ഒക്കെ ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി സാരി ഉടുക്കാൻ അറിയില്ല എന്ന് പറയല് കേട്ടോ. അങ്ങനെ കുത്തിയത് കൊണ്ട് ഈ ഭാഗം താണു പോയിട്ടില്ല, ഈ ഭാഗം കിടന്നു തന്നെയാണ് വന്നിരിക്കുന്നത്. ചിലരൊക്കെ ഇവിടെ പിൻ കുത്തിയില്ല, ഈ ഭാഗം താണു പോകുന്ന ഈ ഭാഗം കണ്ടോ ഇത്രയും കിടന്നാണ് ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും വൃത്തികേടായിട്ട് തോന്നത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ആവശ്യത്തിനുള്ള പ്ലേറ്റ്സും ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഇങ്ങോട്ട് നീക്കി അല്പം നീക്കി കുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുകയും ചെയ്യും. പക്ഷെ ഈ ഒരു കുത്ത് ഇങ്ങോട്ട് മാറിയാണെന്ന് വരിക, ഈ പ്ലേസ് ഇട്ടിരിക്കുന്ന ഇങ്ങോട്ട് മാറിയാണെന്ന് വരിക. നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മുന്താണി ഇങ്ങനെ കുത്തി കഴിയുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് മാറി വരും. ഇങ്ങോട്ട് മാറി വരാതിരിക്കാനാണ് ഈ ഇവിടെ കുത്തുന്ന പ്ലേറ്റ് എപ്പോഴും അല്പം ഇങ്ങോട്ട് നീക്കി കുത്തണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിലര് ഈ പ്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് അയൺ ചെയ്ത് വെക്കും. അയൺ ചെയ്ത് വെച്ചാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ ഒരു മടക്ക് ഇങ്ങനെ കാണുമ്പോൾ കാണുന്ന ആൾക്കാർക്കെല്ലാം അറിയാം നമ്മൾ അയൺ ചെയ്ത് പിടിച്ചിരിക്കാൻ. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ പ്ലേറ്റ് എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ തലേദിവസം പ്ലേറ്റ് എടുക്കുകയാണെ അതേ രീതിയിൽ ഇങ്ങനെ മടക്കി തന്നെ നമ്മൾ അങ്ങ് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ തന്നെ മടക്കി നമ്മൾ വെക്കുന്ന ഭാഗത്ത് സാരി വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് മടക്കി അങ്ങ് വെക്കണം. നമ്മൾ എടുത്ത പീസ് എല്ലാം അന്നേരം അത് നൂർന്ന് പോകത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ അങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്, പോകത്തില്ല. ഇതുപോലെ തന്നെ ഇരുന്നോളൂ. ഞാൻ നേരത്തെ തന്നെ മുടിയൊക്കെ കെട്ടി വെച്ചിരുന്നു, അതുകൊണ്ട് എനിക്ക് മുടിയിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. മറ്റ് നിങ്ങൾ അഥവാ മുടി കെട്ടാതെ ചില മാത്രം കളഞ്ഞു മുടി നല്ലപോലെ ചീരി വൃത്തിയിരിക്കുന്നവരാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മുടി ഇടേണ്ടി അതുപോലെ ഇട്ടാൽ മതി. സാരി കൊടുത്ത് കഴിയുമ്പോൾ കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ട് പീസ് വന്നു. ഇവിടെ താഴേക്ക് വെച്ച് പോകത്തില്ല, ഒത്തിരി താഴേക്ക് വെച്ചാൽ വൃത്തികേടാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അതൊരു വൃത്തികേടാണ്. അല്പം ഇതേപോലെ ഇങ്ങനെ ആക്കാമെങ്കിൽ ആ ഒരു വൃത്തികേട് വരത്തില്ല. ഇങ്ങനെ ഇരുന്നോളും സാരി. അതുപോലെ നമുക്ക് ഇപ്പം കൂടെ ഇറക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് വെച്ചാൽ മതി. ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഈ ഭാഗത്ത് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ തന്നെ കിടക്കുന്നത് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ സാരി പിടിക്കാം. അല്ലാത്ത ഇങ്ങനെ പിടിക്കുന്നവരുമുണ്ട്. പക്ഷെങ്കിൽ ഞാനെപ്പോഴും ഇങ്ങനെ പ്ലീറ്റ്സ് എല്ലാം കൂടെ എടുത്ത് ഇങ്ങനെയാണ് പിടിക്കാറുള്ളത്. ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് അഥവാ ഈ ഭാഗം കുറച്ച് കാണുമെന്ന് വൃത്തികേട് വയറ് കാണുമെന്നുള്ള ആ വൃത്തികേട് തോന്നും എന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ സാരി പിടിച്ചാൽ മതി. അപ്പോൾ ഇനി ആരും സാരി ഉടുക്കാൻ അറിയില്ല എന്നുള്ളത് പറയല്ലേ. മുതിർന്നവരായാലും ചെറുപ്പക്കാരായാലും ഏറ്റവും ഭംഗി എപ്പോഴും ഒരു ഫംഗ്ഷൻ ഒന്നും സാരി തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ രീതിയിലുള്ള സാരി ഉടുത്ത് നോക്കുക, യാതൊരു പ്രയാസവും ഇല്ല. സാരി ഉടുക്കുന്നതിന് വളരെ ഈസി ആയുള്ള കാര്യമാണ്. നമ്മൾ കുറച്ച് ദിവസം ഉടുത്ത് കഴിയുമ്പോൾ ഈസിയാണ് സാരി ഉടുക്കുക. അധികം സമയം ഒന്നും തന്നെ വേണ്ട കേട്ടോ. 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ മുന്താണി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് സാരി ഉടുത്ത് പോകാവുന്നതേ ഉള്ളൂ, എവിടെയെങ്കിലും പോകണമെന്നില്ല. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോ എത്തുന്നു.